മലയാളിക്ക് അതീവ ദുഃഖകരമായ ഒരു ദിവസമാണിന്ന്. നമ്മുടെ അഭിമാനമായിരുന്ന കോട്ടയത്തുകാരൻ അനീഷ് മോഹൻ സിക്കിമിലെ ടണൽ ദുരന്തത്തിൽ ജീവൻ വെടിയുമ്പോൾ നമ്മൾ അറിയാതെ പോയത് വലിയൊരു പ്രതിഭയെ കൂടിയാണ്. സിക്കിമിലെ ജലവൈദ്യുത പദ്ധതിക്കായുള്ള ടണൽ നിർമ്മാണ സംഘത്തിലെ ജിയോളജിസ്റ്റായ ജോലി നോക്കുമ്പോഴാണ് ഈ ദുരന്തമുണ്ടാകുന്നത്. അനീഷിനെ ഈ ദുരന്തം കവർന്നെടുക്കുകയായിരുന്നു. ഇന്ന് അല്പസമയം മുമ്പാണ് മൃതദേഹം നാട്ടിലെത്തിച്ചത്. ഉച്ചയോടെയാണ് സംസ്കാരം നടക്കുന്നത്. വ്യത്യസ്തമായ മേഖല ജീവിത വഴിയായി തിരഞ്ഞെടുത്തതുകൊണ്ടായിരിക്കണം ഈ പ്രതിഭയെ യഥാസമയം നമ്മൾ തിരിച്ചറിയാതെ പോയത്. പക്ഷേ യൂട്യൂബിൽ അനീഷിൻ്റെ ഫോളോവേഴ്സായ നിരവധി ആളുകളുണ്ട്. സയൻറ്റിഫിക് മലയാളി എന്ന അനീഷിൻ്റെ യൂട്യൂബ് ചാനലിന് ഒരുപാട് വ്യൂവേഴ്സ് ഉണ്ട്. അനീഷ് യൂട്യൂബ് പേജിൽ സ്വയം പരിചയപ്പെടുത്തുന്ന ഇങ്ങനെയാണ്: ഇവിടെ ഈ ജനാലയിലൂടെയാണ് അനീഷ് മോഹൻ ലോകത്തോട് കഥകൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം, ആരാണ് ഈ അനീഷ് മോഹൻ എന്ന്? ചോദ്യം കൊള്ളാം, പക്ഷേ ആ ചോദ്യം ഇവിടെ തികച്ചും അപ്രസക്തമാണ്. പ്രസക്തമായത് കഥകൾ മാത്രമാണ്. കഥകൾ, മനുഷ്യൻ്റെ കഥകൾ, നിഗൂഢതകൾ ഒളിപ്പിച്ച അസ്ഥിപേടകവും ചുമന്ന് നടന്ന് ആ ഇരുകാലി മൃഗം തീർത്ത വിസ്മയങ്ങളുടെ കഥകൾ, അവൻ സൃഷ്ടിച്ച ദൈവങ്ങളുടെയും ചെകുത്താന്മാരുടെയും കഥകൾ, അവൻ ആകാശവും അതിലെ നക്ഷത്രങ്ങളും അളർന്നു തീർത്തതിൻ്റെ കഥകൾ, അവൻ ചോരപ്പുഴകൾ ഒഴുക്കി ഭൂമിയെ ഹൃദമതിയാക്കിയ കഥകൾ. അങ്ങനെ കഥകൾ, 1000 കഥകൾ എന്നാണ് യൂട്യൂബ് ചാനലിൻ്റെ കൃത്യമായി അനീഷ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഗവൺമെൻറ് കോട്ടയം നാട്ടം ഗവൺമെൻറ് കോളേജിൽ നിന്ന് റാങ്കോടുകൂടി ജിയോളജിയിൽ പാസ്സായി ബിരുദവും ബിരുദാനന്തര ബിരുദവും അടക്കം നേടി പാമ്പാടി 8 മൈൽ സ്വദേശി നാടിൻ്റെ അഭിമാനമായി ഇങ്ങനെ കുതിച്ചെത്തുമ്പോഴാണ് ഈ ദുരന്തം അപ്രതീക്ഷിതമായി കവർന്നെടുത്തത്. നിരവധി ആളുകൾ ശാസ്ത്രലോകത്ത് പരിചയമുണ്ടായിരുന്നു, കഥകൾ എഴുതിയിരുന്നു, കവിതകൾ എഴുതിയിരുന്നു. എല്ലാവർക്കും പ്രിയപ്പെട്ട ആളായിരുന്നു. ശാസ്ത്ര രഹസ്യങ്ങൾ അത്രമേൽ ലളിതമായി പറഞ്ഞു കൊടുത്തിരുന്ന സയൻറ്റിഫിക് മലയാളി എന്ന യൂട്യൂബ് ചാനലിന് 2.25 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. വളരെ ആത്മാർത്ഥമായി ജോലി ചെയ്തിരുന്ന ഒരാൾ കൂടിയാണ് വിടവാങ്ങുന്നത്. നമുക്ക് തലക്കെട്ടുകൾ നോക്കാം. ഇറാൻ യുദ്ധം അമേരിക്ക കടുപ്പിച്ചേക്കുമെന്ന് സൂചന. ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി ട്രംപ്. ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയിലേക്ക്. ചൊവ്വാഴ്ച ട്രംപുമായി കൂടിക്കാഴ്ച. കരിങ്കടലിൽ വാണിജ്യ കപ്പലിന് നേരെ വീണ്ടും ആക്രമണം. ഒരു ഇന്ത്യൻ പൗരൻ കൊല്ലപ്പെട്ടു. ആക്രമണ സമയത്ത് കപ്പലിൽ 3 ഇന്ത്യക്കാരടക്കം 10 പേർ. അപലപിച്ച ഇന്ത്യ. അമേരിക്കൻ സൈനിക സാന്നിധ്യമുള്ള ഗൾഫ് രാജ്യങ്ങൾക്ക് ഇറാന്റെ മുന്നറിയിപ്പ്. ജനങ്ങൾ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് 1/2 കിലോമീറ്റർ അകലം പാലിക്കണം. ബഹ്റിനിലും ജോർദാനിലും കുവൈറ്റിലും ഡ്രോൺ ആക്രമണം രാജ്യാന്തര മാനുഷിക നിയമങ്ങളുടെ ലംഘനമാണെന്ന് ബഹ്റിൻ. ഗൾഫ് മേഖലയിലെ ഇറാൻ ആക്രമണങ്ങൾക്ക് പിന്നിൽ റഷ്യൻ സാങ്കേതിക വിദ്യയുണ്ടോ എന്ന് പരിശോധിച്ച് US ഏജൻസികൾ. ഇറാൻ ലക്ഷ്യനിർണ്ണയ വിവരങ്ങളോ ഡ്രോൺ സാങ്കേതിക വിദ്യയോ റഷ്യ ചോർത്തി നൽകിയെന്ന് സംശയം. യുദ്ധത്തിൽ റഷ്യയും ചൈനയും പങ്കാളികളാകുമെന്ന് വിശ്വസിക്കുന്നില്ലെന്ന് ട്രംപ്. സഹായം നൽകാൻ മുതിർന്നാൽ കടുത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ഭീഷണി. ഫ്രാൻസിലും സ്പെയിനിലും വൻ കാട്ടുതീ. ഉഷ്ണതരംഗവും കാറ്റും കാരണം 50,000 പേരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. വിനോദസഞ്ചാരികളോട് ക്യാമ്പ് സൈറ്റുകളിൽ നിന്നും അവധിക്കാല വസതികളിൽ നിന്നും മാറി താമസിക്കാൻ നിർദ്ദേശം. ലോകകപ്പുകളിൽ നിന്ന് അർജന്റീനയെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട ഓൺലൈൻ ക്യാമ്പയിൻ. ഇതിനകം ഒപ്പിട്ടത് 23 മില്യൺ ആളുകൾ. ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഡിജിറ്റൽ ഒപ്പുകൾ ലഭിച്ച ഹർജികളിലൊന്ന്. ഡൽഹിയിലെ യുവാക്കളുടെ സമരം തീർക്കാൻ CJPയുമായി ഇന്ന് വീണ്ടും ചർച്ച. ധർമ്മേന്ദ്ര പ്രധാന രാജി ആവശ്യത്തിൽ നിന്ന് പിന്നോക്കം പോകാതെ സമരക്കാർ. നിലപാട് ഇന്ന് അറിയിക്കാമെന്ന് കേന്ദ്രം. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിലെ 47 ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടു. ഡൽഹിയിൽ നിയന്ത്രണങ്ങൾ തുടരുന്നു. യുവാക്കൾക്ക് നന്ദി പറഞ്ഞ് ഇൻസ്റ്റാഗ്രാമിൽ പുതിയ വീഡിയോയുമായി പ്രധാനമന്ത്രി. ആദ്യ വീഡിയോയ്ക്ക് 308 മില്യൺ വ്യൂസ്. പ്രധാനമന്ത്രിയെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നവരുടെ എണ്ണം 102 മില്യനായി. CJP സമരത്തിൽ നിലപാട് പറഞ്ഞ RSS പുതിയ തലമുറ ചോദ്യങ്ങൾ ചോദിക്കുന്നവരാണെന്ന് RSS തലവൻ മോഹൻ ഭാഗവത്. പ്രതികരണം: ഡൽഹി സമരം തുടരുന്ന പശ്ചാത്തലത്തിൽ ആജ്ഞാപിക്കുന്നതിന് പകരം കുട്ടികളുമായി തുറന്ന ചർച്ചകൾ വേണമെന്നും ഭാഗവത്.
കൊറോ ഹെൽത്ത് പിരിച്ചുവിടൽ വിവാദത്തിൽ സർക്കാരിന്റെ ഫലപ്രദമായ ഇടപെടൽ വീണ്ടും 5 മാസത്തെ ശമ്പളം കൂടി ജീവനക്കാർക്ക് കിട്ടി. തുക അക്കൗണ്ടിൽ നിക്ഷേപിക്കാനുള്ള തീരുമാനം മന്ത്രി ബിന്ദു കൃഷ്ണയുമായി നടത്തിയ ചർച്ചയിൽ ഓഫീസിൽ നിന്ന് ജീവനക്കാർക്ക് അവരുടെ സാധനങ്ങൾ എടുക്കാൻ വഴിയൊരുക്കുമെന്നും സർക്കാർ. രാജ്യത്തിന്റെ വികസനത്തിന് ദക്ഷിണേന്ത്യയുടെ സംഭാവന അതുല്യമെന്ന് കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാർ. വികസന സാധ്യതകൾ ചർച്ച ചെയ്ത് ന്യൂസ് 18 റൈസിംഗ് ഭാരത് സൗത്ത് എഡിഷൻ. സമ്മിറ്റിൽ പങ്കെടുത്ത പ്രമുഖ രാഷ്ട്രീയ നേതാക്കളും വ്യവസായ പ്രമുഖരും സെലിബ്രിറ്റികളും. രാഹുൽ ഗാന്ധി എവിടെ സമരം നടത്തിയാലും അത് പൊളിയുമെന്ന് BJP നേതാവ് K സുരേന്ദ്രൻ. വിദേശത്ത് പോയി ഇന്ത്യയെ കുറ്റപ്പെടുത്തുന്ന രാഹുൽ ശ്രമിക്കുന്നത് രാജ്യത്തെ അപകീർത്തിപ്പെടുത്താനെന്നും സുരേന്ദ്രൻ. രാഹുൽ ഗാന്ധിയുടെ ഗൂഢാലോചന ജനാധിപത്യത്തെ അട്ടിമറിക്കാനെന്നും സുരേന്ദ്രൻ. സിക്കിം ടണൽ ദുരന്തത്തിൽ മരിച്ച അനീഷ് മോഹന്റെ സംസ്കാരം ഉച്ചയോടെ കോട്ടയത്ത്. മൃതദേഹം നെടുമ്പാശ്ശേരിയിലെത്തിച്ചു. ഏറ്റുവാങ്ങി പാമ്പാടി ഗ്രാമപഞ്ചായത്ത്. മൃതദേഹത്തെ അനുഗമിച്ച് ഭാര്യയും സഹോദരന്മാരും. സംസ്കാരം പാമ്പാടി വെള്ളൂരിലെ വീട്ടുവളപ്പിൽ. മലയാളിക്ക് നഷ്ടമാകുന്നത് ശാസ്ത്രലോകത്തെ സങ്കീർണ രഹസ്യങ്ങൾ ലളിതമായി പറഞ്ഞു തന്ന പ്രതിഭയെ. താരസംഘടനയിൽ വീണ്ടും രാജി. അമ്മ ഭരണസമിതിയിൽ നിന്ന് ഇറങ്ങിയത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ആശ അരവിന്ദ്. പൊതുയോഗ തീരുമാനത്തിനെതിരായി നിൽക്കുന്നത് ശരിയല്ലാത്തതിനാൽ രാജിയെന്ന് വിശദീകരണം. അഡ്ഹോക് കമ്മിറ്റിയിൽ നിന്നും ആശ പിന്മാറി. ഈ സീസണിൽ കണ്ഠരര് ബ്രഹ്മദത്തൻ രാജീവർ ശബരിമല തന്ത്രിയാകും. ദേവസ്വം ബോർഡ് തീരുമാനം. മകനെ തന്ത്രിയാക്കണമെന്ന കണ്ഠരര് രാജീവരുടെ ആവശ്യമനുസരിച്ച്. രാജീവർ ഒഴിഞ്ഞത് ആരോഗ്യ പ്രശ്നം ചൂണ്ടിക്കാട്ടി. തീരുമാനം അറിയിച്ചത് സ്വർണ്ണക്കൊള്ളയിൽ പ്രതിയായതിന് പിന്നാലെ. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. നേരത്തെ പറഞ്ഞ ഇറാൻ യുദ്ധം അമേരിക്ക കടുപ്പിച്ചേക്കുമെന്നുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തുവരികയാണ്. മറ്റൊന്നുമല്ല, ഉദ്യോഗസ്ഥരുമായി ട്രംപ് കൂടിക്കാഴ്ച, അസാധാരണമായ കൂടിക്കാഴ്ചകൾ നടത്തുകയും ഈ വിഷയത്തിൽ ചില തീരുമാനങ്ങളിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. ട്രംപിന്റെ തുടർച്ചയായ വെല്ലുവിളികളുണ്ട്. ഇതിനിടയിലാണ് ട്രംപ് ഇത്തരം കൂടിക്കാഴ്ചകളുമായി മുന്നോട്ട് പോകുന്നത്. അതുമാത്രമല്ല, ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയിലേക്ക് പോകുന്നു എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ്. തിങ്കളാഴ്ച അവിടെ എത്തും. ചൊവ്വാഴ്ച ട്രംപുമായി കൂടിക്കാഴ്ച നടത്തും. അത് യുദ്ധം വീണ്ടും പൂർവാധികം ശക്തിയോടുകൂടി തുടർന്നതിനുള്ള കൂടിക്കാഴ്ചയാണോ എന്ന സംശയങ്ങളൊക്കെ ഉണ്ട്. നമുക്കറിയാം, ഈ യുദ്ധം തുടരുന്ന കാര്യത്തിൽ അമേരിക്കയും ഇസ്രായേലും തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ട്രംപും നെതന്യാഹുവും തമ്മിൽ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഇതിനിടയിലാണ് ഈ പ്രധാനപ്പെട്ട കൂടിക്കാഴ്ച നടക്കുന്നത്. അത് വളരെ പ്രധാനമാണ്. യുദ്ധത്തിൻ്റെ ഗതി അത് നിശ്ചയിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും അജയ് സുധാ ബിജു ചേരുന്നു. അജയ്, ഇപ്പോൾ ഒരു തലത്തിൽ ചർച്ചയ്ക്കുള്ള ചില സൂചനകൾ കൂടി ലഭ്യമാകുമ്പോഴാണ് ട്രംപിൻ്റെ പുതിയ മുന്നറിയിപ്പുകൾ വരികയും ചില കൂടിക്കാഴ്ചകൾ സംഭവിക്കുകയും ചെയ്തത്. ഏതായാലും യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കൂടിക്കാഴ്ചകളാണ് ഉദ്യോഗസ്ഥരുമായി നടത്തുന്നത്. നമുക്ക് വിശ്വസിക്കാനാവില്ല. ട്രംപ് എന്തൊക്കെയോ പുതിയ തന്ത്രങ്ങൾ മെനയുന്നുണ്ട്. രഞ്ജിത്ത്, ഇപ്പോൾ CNN ആണ് ഇത്തരമൊരു വിവരം നിലവിൽ പുറത്തുവിട്ടിട്ടുള്ളത്. ട്രംപ് ചില ഉന്നത US ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി യുദ്ധത്തിന്റെ സ്ഥിതിഗതികൾ വിലയിരുത്തി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ യുദ്ധത്തിൽ ട്രംപ് ഉദ്യോഗസ്ഥരോട് ചോദിച്ചത് 2 കാര്യങ്ങളാണ്. അതായത്, ഇറാനുമായി നിലവിൽ US ആക്രമണങ്ങൾ അവസാനിപ്പിച്ച് ഒരു ചർച്ചയിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ ചർച്ച എന്തെങ്കിലും കാരണവശാൽ പരാജയപ്പെടുകയാണെങ്കിൽ, ഇറാനുമായി ഒരു തുറന്ന യുദ്ധത്തിലേക്ക് പോയാൽ എങ്ങനെയായിരിക്കും അവരെ പരാജയപ്പെടുത്താനുള്ള സാധ്യതകൾ, അതുപോലെ അതിനുള്ള സാമ്പത്തിക ശേഷിയും ആയുധശേഷിയും എങ്ങനെയാണ് ഇപ്പോൾ പ്രതിരോധ മന്ത്രാലയത്തിനുള്ളതെന്നുമാണ് ട്രംപ് പ്രധാനമായിട്ടും ചോദിച്ചത്. ട്രംപ് ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചതും ഏതാണ്ട് ഇത്തരത്തിൽ തന്നെയാണ്. ട്രംപ് നിലവിൽ വൈറ്റ് ഹൗസിൽ വെച്ച് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്, US നിലവിൽ ടെഹ്റാനുമായി ഈ ആണവ കരാർ സംബന്ധിച്ചുള്ള വിഷയങ്ങളും സമാധാന കരാറിന്റെ സാധ്യതകളും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടെഹ്റാൻ ഇപ്പോൾ കാര്യങ്ങളെ കൂടുതൽ ഗൗരവമായി കാണുന്നു എന്നാണ് തനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഉടൻ തന്നെ ഒരു സമാധാന നീക്കം അത് ഉണ്ടായേക്കാമെന്നും ട്രംപ് ഒരു പ്രതീക്ഷ പങ്കുവച്ചു. അഥവാ ഇറാനെ തിരിച്ചടിക്കാനാണെങ്കിൽ US-ന് അത് വളരെയധികം എളുപ്പമാണ്. US ഇപ്പോൾ ലോക്ക് ആൻഡ് ലോഡഡ് ആയിട്ട് വെച്ചിരിക്കുകയാണ്. ഏത് നിമിഷം വേണമെങ്കിലും ചർച്ച പരാജയപ്പെട്ടാൽ അവർക്കെതിരെ ആക്രമണം നടത്തുമെന്നും ട്രംപ് മാധ്യമങ്ങളോട് സൂചിപ്പിച്ചിട്ടുണ്ട്. അതിനിടെ അദ്ദേഹം ഇറാന്റെ ഏതാണ്ട് 250ഓളം എയർക്രാഫ്റ്റ് ജെറ്റുകളും 150ഓളം
ബോട്ടുകളുമെല്ലാം നശിപ്പിച്ചു എന്നുള്ള ഒരു അവകാശവാദം കൂടി ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഉള്ള ഒരു പരാമർശമാണ് അദ്ദേഹം മാധ്യമങ്ങളോട് നടത്തിയത്. ഇത് ഈ CNN പുറത്തുവിട്ട ഈ റിപ്പോർട്ടിനോട് കൂടിച്ചേർന്നിരിക്കുന്നതാണ്. ട്രംപ് ഉദ്യോഗസ്ഥരോട് ഇറാനുമായി ഈ ചർച്ച പരാജയപ്പെട്ടാൽ യുദ്ധത്തിനുള്ള സാധ്യതകൾ കൂടുതൽ തേടിയത് അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകളോട് ചേർത്ത് വയ്ക്കണം. അതുപോലെ നെതന്യാഹുവിൻ്റെ US സന്ദർശനം അത് നിലവിലെ സാഹചര്യത്തിൽ വളരെയധികം പ്രസക്തവുമാണ്. നമുക്ക് നോക്കുകയാണെങ്കിൽ മനസ്സിലാകും, ഇപ്പോൾ US-ൻ്റെ ഭാഗത്ത് നിന്ന് US-ൻ്റെ വൈസ് പ്രസിഡൻ്റായിട്ടുള്ള ഇപ്പോൾ JD വാൻസ് ഇപ്പോൾ ഇസ്രായേലിനെ പറ്റി നടത്തിയ ചില പരാമർശങ്ങൾ അതെല്ലാം വലിയ തരത്തിൽ സാമൂഹിക മാധ്യമങ്ങളിലാണെങ്കിലും അല്ലാതെ ഒരു പൊതുശ്രദ്ധ നേടിയതാണ്. അദ്ദേഹം പറഞ്ഞത് അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചർച്ചകൾ പൊളിക്കാൻ ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ഫണ്ടിങ് ഉണ്ടായി എന്നുള്ള ഒരു ആരോപണം അദ്ദേഹം വച്ചിരുന്നു. അതുപോലെ പല റിപ്പബ്ലിക്കൻ പാർട്ടി അംഗങ്ങളും ഇത്തരത്തിലുള്ള ചില വാക്കുകളൊക്കെ പല മാധ്യമങ്ങൾ വഴിയും പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇസ്രായേലുമായി ഈ ബന്ധം വഷളായി നിൽക്കുന്നു എന്നുള്ള ഒരു സൂചനകൾ അടുത്തിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഈ നെതന്യാഹുവിൻ്റെ ഈ സന്ദർശനം അത് പ്രസക്തമാകുന്നത്. ഈ ട്രംപുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പശ്ചിമേഷ്യയിലുള്ള സ്ഥിതിഗതികളിൽ ചിലപ്പോൾ മാറ്റമുണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷ. തീർച്ചയായും അതാണ് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് കാത്തിരുന്ന് കാണണം. കൂടിക്കാഴ്ചയുടെ ലക്ഷ്യം എന്താണെന്നുള്ളതാണ് ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വിവരം പുറത്തു വരുന്നത് ചെങ്കടലിൽ വീണ്ടും കപ്പലിന് നേരെ ആക്രമണം ഉണ്ടാകുന്നു. അവിടെ ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെടുന്ന പശ്ചാത്തലമുണ്ടാകുന്നു. 3 ഇന്ത്യക്കാർ ഉൾപ്പെടെ 10 ജീവനക്കാർ കപ്പലിലുണ്ടായിരുന്നു. വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ഈ ആക്രമണം വലിയ ആശങ്ക സൃഷ്ടിക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. വിദേശകാര്യ മന്ത്രാലയം ഈ മരണമടക്കമുള്ള കാര്യങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. നേരത്തെ ജൂലൈ 18-ന് ഒരു ആക്രമണം സമാനമായി തന്നെ സംഭവിച്ച പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും ആക്രമണം ആവർത്തിക്കുന്നത്. നമുക്കറിയാം അവിടെ ഉക്രൈനും റഷ്യയും തമ്മിലുള്ള വലിയ സംഘർഷം ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. ഇതിനിടയിലാണ് MV ഓമോർഫി എന്ന വാണിജ്യ കപ്പലിന് നേരെ റഷ്യൻ സമുദ്ര പരിധിയിൽ വെച്ച് ആക്രമണം ഉണ്ടായത് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം അത് കടുത്ത ആശങ്ക അറിയിച്ച സാഹചര്യം പ്രധാനപ്പെട്ട ഒന്നാണ്. അജയ് സുധാ ബിജു ഉണ്ട്. അജയ്, തുടർച്ചയായ ആക്രമണങ്ങളാണ് ആഗോള കപ്പൽ ഗതാഗതത്തെയൊക്കെ ബാധിക്കുന്ന വിധത്തിലാണ് ഇപ്പോൾ ചെങ്കടലിൽ, നമുക്കറിയാം ഹോർമുസിൽ പ്രശ്നമുണ്ട്, ചെങ്കടലിലും കാര്യങ്ങൾ ആവർത്തിക്കുന്നത്. എന്തൊക്കെ വിവരങ്ങളാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്? റഷ്യ യുക്രൈൻ സംഘർഷം അത് കടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ചെങ്കടലിലും കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. 2 കപ്പലുകളാണ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് അവിടെ ആക്രമിക്കപ്പെട്ടിട്ടുള്ളത്. ഒന്ന് ജൂലൈ 18-ന് ആക്രമിക്കപ്പെട്ട MV ഒമോർഫി എന്ന് പറയുന്ന കപ്പൽ, അതുപോലെ ജൂലൈ 19-ാം തീയതി ആക്രമിക്കപ്പെട്ട MV ഗോൾഡൻ ലിയോ എന്ന കപ്പൽ. ഈ 2 ആക്രമണങ്ങളിലും ഇന്ത്യയുടെ ഭാഗത്ത് നിന്നുള്ള ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. MV ഒമോർഫിക്ക് നേരെ നടന്നിട്ടുള്ള ആക്രമണത്തിൽ ഒരു ഇന്ത്യൻ നാവികനാണ് കൊല്ലപ്പെട്ടത്. മറ്റ് 3 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ മൊത്തം 10 ജീവനക്കാരാണ് ഈ കപ്പലിലുണ്ടായിരുന്നത്. അതിൽ 3 ഇന്ത്യക്കാരാണ് ഉണ്ടായിരുന്നതെന്നാണ് വിവരമുള്ളത്. മറ്റ് 2 പേർ സുരക്ഷിതരാണെന്നും ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ഈ കപ്പൽ ആക്രമണങ്ങളിൽ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം കടുത്ത ഭാഷയിൽ തന്നെ അപലപിച്ചു. ഇത്തരത്തിൽ അന്താരാഷ്ട്ര കപ്പലുകൾക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണവും സ്വതന്ത്രമായി വ്യാപാരം നടത്താൻ കഴിയാത്ത സാഹചര്യവും അത് ആശങ്കയോടെ തന്നെ കാണുന്നു. ഇത് ഒരിക്കലും അനുവദിച്ചുകൂടാത്ത കാര്യമാണെന്നും ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിലൂടെ അറിയിച്ചിട്ടുണ്ട്. ജൂലൈ 19-ന് MV ഗോൾഡൻ ലിയോയ്ക്ക് നേരെ നടന്ന ആക്രമണത്തിന്റെ വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. ഇതിൽ 4 ഇന്ത്യക്കാരാണ് ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത്. ഈ വിഷയവും ഇന്ത്യ നേരത്തെ അപലപിച്ചിരുന്നു. തീർച്ചയായും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അമേരിക്കൻ സൈനിക സാന്നിധ്യമുള്ള ഗൾഫ് രാജ്യങ്ങൾക്ക് ഇറാന്റെ വലിയ മുന്നറിയിപ്പ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കുവൈറ്റിലും ബഹ്റൈനിലും ജോർദാനിലുമൊക്കെ ഇറാന്റെ വലിയ ആക്രമണങ്ങൾ സംഭവിച്ചിരുന്നു. ഇപ്പോൾ ഇറാൻ വീണ്ടും മുന്നറിയിപ്പ് നൽകുന്നത് 1/2 കിലോമീറ്ററെങ്കിലും, അതായത് അമേരിക്കൻ സൈനിക താവളങ്ങളിൽ നിന്ന് 1/2 കിലോമീറ്ററെങ്കിലും അകലം പാലിക്കണം ജനങ്ങൾ എന്നുള്ളതാണ്. കാരണം ഈ അമേരിക്കൻ സൈനിക താവളങ്ങളെയാണ് ഇറാൻ കൂടുതലായും ആക്രമിക്കുകയും വലിയ നാശനഷ്ടം ഉണ്ടാക്കുകയും ചെയ്യുന്നത്. അതിലൊക്കെ ഇറാന്റെ ഭാഗത്ത് നിന്ന് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് വലിയ ആശങ്കയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവിടെയാണ് അമേരിക്കൻ സൈനിക സാന്നിധ്യമുള്ള ഗൾഫ് രാജ്യങ്ങളിലെ ജനങ്ങൾക്ക് ഇറാന്റെ മുന്നറിയിപ്പ് വീണ്ടും വരുന്നത്. അതായത് ഇറാന്റെ
സൈന്യം ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം അത് അന്തമില്ലാതെ തുടരുകയാണ് എന്ന് തന്നെയാണ്. ഞങ്ങൾ കൃത്യമായ തിരിച്ചടി നൽകും എന്നുള്ളതാണ്. വിവിധ US താവളങ്ങൾ ലക്ഷ്യമിട്ട് ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ ഉണ്ടാകും എന്ന് പറയുകയാണ്. അവിടെയാണ് ലക്ഷക്കണക്കിന് പ്രവാസികൾക്കൊക്കെ ഭീഷണിയായിക്കൊണ്ട് വീണ്ടും മുന്നറിയിപ്പുകളുമായി മുന്നോട്ട് വരുന്നത്. അജയ്, ഇപ്പോൾ ബഹ്റിൻ, ജോർദാൻ, കുവൈറ്റ് എന്നിവിടങ്ങളിലൊക്കെ ഇന്നലെ കനത്ത ആക്രമണമാണ് ഉണ്ടായത്. കുവൈറ്റിലൊക്കെ വലിയ തോതിലുള്ള തീപിടുത്തവും മറ്റും സംഭവിക്കുന്നുണ്ട്. ഖത്തറും ബഹ്റിനുമൊക്കെ ആക്രമണത്തെ അപലപിച്ച് രംഗത്ത് വന്ന പശ്ചാത്തലമുണ്ട്. ബഹ്റിനിലെ ഈസ എയർബേസിലെ US ഇന്ധന ടാങ്കറുകളും വെയർഹൌസുകളും ബാരക്കുകളും ഒക്കെ വലിയ തോതിൽ ആക്രമിക്കപ്പെട്ടു എന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ജനങ്ങൾക്കുള്ള സുരക്ഷാ നിർദ്ദേശങ്ങൾ, അത്തരത്തിലുള്ള ഭീഷണികൾ ഇറാന്റെ ഭാഗത്തുണ്ടാവുന്നത്. ഈ ആക്രമണങ്ങൾ തുടങ്ങിയ പശ്ചാത്തലത്തിൽ തന്നെ ഇറാൻ ഗൾഫ് നാടുകളെ ലക്ഷ്യം വെച്ച് നിരവധി മിസൈലുകളും ഡ്രോണുകളുമൊക്കെ തൊടുത്തുവിട്ടിരുന്നു. ആദ്യഘട്ടത്തിൽ ഈ മിസൈലുകളും ഡ്രോണുകളുമൊക്കെ തകർക്കുമ്പോൾ അതിൻ്റെ അവശിഷ്ടങ്ങൾ വീണ് പല ജനവാസ മേഖലകളിലും തീപിടുത്തം ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ രണ്ടാം ഘട്ടത്തിൽ യുദ്ധം അല്ലെങ്കിൽ ഈ സംഘർഷം ആരംഭിച്ചതിന് ശേഷം ഇത്തരം ആക്രമണങ്ങൾ നടത്തുമ്പോൾ ഗൾഫ് രാജ്യങ്ങൾ അത് നേരത്തെ തന്നെ മുൻകൂട്ടി കണ്ട് കുറച്ചുകൂടി ജാഗ്രത കാണിച്ചുകൊണ്ട് ഈ മിസൈലുകളെല്ലാം നേരത്തെ തന്നെ നശിപ്പിക്കുകയാണ് ചെയ്തിരുന്നത്. പക്ഷേ ഇത്തരം ആക്രമണങ്ങളിലും ഈ ഡ്രോണുകളുടെയും അതുപോലെ മിസൈലുകളുടെയും അവശിഷ്ടങ്ങൾ താഴേക്ക് വീണിട്ടുള്ള അപകടങ്ങൾ അതൊരു ഭീഷണി തന്നെയാണ്. ഇപ്പോൾ അത്തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ അങ്ങനെ കൂടുതലൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് ഇറാൻ ഈ ആക്രമണം കൂടുതൽ കടുപ്പിക്കാൻ തന്നെ സാധ്യതയുണ്ട് എന്നുള്ള ഒരു ക്ലൂ തന്നെ തരുന്നത്. അതായത് ഇപ്പോൾ ഇറാൻ ആദ്യമായിട്ടാണ് ഈ രണ്ടാം ഘട്ട സംഘർഷം ആരംഭിച്ചതിന് ശേഷം ഇത്തരമൊരു മുന്നറിയിപ്പ് നൽകുന്നത്. അതായത് പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ US സൈനിക താവളം സ്ഥിതി ചെയ്യുന്ന മേഖലയിൽ നിന്ന് ജനങ്ങൾ മാറി താമസിക്കണം എന്നുള്ളത്. ഇത് IRGC കൃത്യമായ ഒരു മുന്നറിയിപ്പ് നൽകുന്നത് ഒരു 1/2 കിലോമീറ്റർ എങ്കിലും ജനങ്ങൾ പിന്നിലേക്ക് മാറണം എന്നുള്ള ഒരു അറിയിപ്പാണ്. അത് ജനങ്ങളുടെ സുരക്ഷിതത്വത്തെ കൂടി കണക്കാക്കിയാണ് ഇത്തരമൊരു അറിയിപ്പ് നൽകുന്നതെന്നും IRGC കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതായത് ഇനി കൂടുതൽ ആക്രമണങ്ങൾ വേണമെങ്കിൽ ഇറാന്റെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാം എന്ന് തന്നെയാണ് ഇതിന്റെ അർത്ഥം. ഇറാന്റെ ഭാഗത്ത് നിന്നുള്ള ചില നേതാക്കൾ, MB ഗാലിബാഫ് ആണെങ്കിലും അതുപോലെ വിദേശകാര്യ മന്ത്രിയായിട്ടുള്ള അബ്ബാസ് അരക്ചി ആണെങ്കിലും ഈ പശ്ചിമേഷ്യയിൽ ഒട്ടാകെ ഈ ആക്രമണങ്ങൾ വ്യാപിപ്പിക്കുമെന്നും അതിന് ഒരു തരത്തിലുമുള്ള രാഷ്ട്രീയ അതിർവരമ്പുകളും ഇറാന് തടസ്സമാകില്ല എന്നുമുള്ള മുന്നറിയിപ്പുകൾ നേരത്തെ പുറപ്പെടുവിച്ചിരുന്നു. അപ്പോൾ അതിന്റെ ഒരു തുടർച്ച തന്നെയാണ് ഈ ഒരു ഭീഷണി എന്ന് പറയുന്നത്. തീർച്ചയായും അജയ് സുധാ ബിജു ആണ് വിവരങ്ങൾ പങ്കുവെക്കുന്നത്. മറ്റൊരു വാർത്ത പുറത്തു വരുന്നത് ഇറാന്റെ നീക്കം, ഇസ്രായേലിൽ കടന്നുകയറി മുതിർന്ന ഉദ്യോഗസ്ഥരെ വധിക്കാനുള്ള ഇറാന്റെ നീക്കം മൊസാദ് പരാജയപ്പെടുത്തി എന്നാണ്. മുതിർന്ന ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ആളുകളെ റിക്രൂട്ട് ചെയ്യാൻ ഇറാൻ ഭരണകൂടത്തിന്റെ ശ്രമം ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദ് അറിയുന്നു. അവർ അത് പരാജയപ്പെടുത്തുന്നുവെന്ന് ടൈംസ് ഓഫ് ഇസ്രായേലാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാൻ രഹസ്യാന്വേഷണ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലാണ് ഗൂഢാലോചന നടന്നതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ഇസ്രായേലിനുള്ളിൽ കടന്നുകയറി ആക്രമണം നടത്തുന്നതിനായി ക്രിമിനൽ സംഘങ്ങളിൽ നിന്നും ആളുകളെ കണ്ടെത്തി റിക്രൂട്ട് ചെയ്യാനായിരുന്നു ഇറാന്റെ പദ്ധതി എന്നാണ് മൊസാദ് കണ്ടെത്തിയത്. ഗൂഢാലോചന നടത്തിയ 2 പേരെ മൊസാദ് തിരിച്ചറിയുകയും തുടർന്ന് ഇവരെ പിടികൂടുകയുമായിരുന്നു. ഫ്രാൻസിൽ താമസിക്കുന്ന ഫിലിപ്പ് എന്ന് വിളിപ്പേരുള്ള ഒരു അയാൾ ക്രിമിനൽ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ടിരുന്ന ആളായിരുന്നു. ഇതിനായി ഇയാളെ ചുമതലപ്പെടുത്തി ഇറാൻ എന്നാണ് കണ്ടെത്തിയത്. ഇറാനിയൻ രഹസ്യാന്വേഷണ മന്ത്രാലയത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് ഇയാളെ ചുമതലപ്പെടുത്തിയതെന്നും ഈ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചർച്ചകൾക്കായി പലവട്ടം ഈ ഫിലിപ്പ് എന്ന് പറയുന്ന ആൾ ഇറാനിലേക്ക് പോയി ഇസ്രായേൽ സന്ദർശനം നടത്തുന്ന വിദേശികളുടെ വിവരങ്ങൾ ശേഖരിക്കാനും ഇയാൾക്ക് നിർദ്ദേശമുണ്ടായിരുന്നു എന്നാണ് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ഏറെ നാളായി മൊസാദ് ഈ നീക്കങ്ങൾ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഇറാനിൽ ഫിലിപ്പുമായി ആശയവിനിമയം നടത്തിയവരുടെയും ചുമതലയേൽപ്പിച്ചവരുടെയും പേര് വിവരങ്ങളും മൊസാദ് കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അത് മാത്രമല്ല, കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ ഇസ്രായേലിൽ കടന്നുകയറി ഭീകരാക്രമണം നടത്താനുള്ള ഇറാന്റെ ഒട്ടേറെ ശ്രമങ്ങൾ പരാജയപ്പെടുത്തിയതായും മൊസാദിനെ ഉദ്ധരിച്ചുകൊണ്ട് ടൈംസ് ഓഫ് ഇസ്രായേൽ പറയുന്നു. മറ്റൊരു വിവരം പുറത്തു വരുന്നത് ഇറാൻ യുദ്ധത്തിൽ റഷ്യയും ചൈനയും പങ്കാളികളാണ് എന്നുള്ള അന്വേഷണത്തിലാണ് അമേരിക്കയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ എന്നുള്ളതാണ്. അതായത് പലപ്പോഴും റഷ്യയുടെ സാങ്കേതിക വിദ്യയുടെ സഹായം ഇറാനുണ്ട് എന്ന സംശയം അമേരിക്കയ്ക്കുണ്ട്. അതനുസരിച്ചുള്ള അന്വേഷണം ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്തുനിന്നുണ്ടാവുകയാണ്. ഇതിനിടയിൽ ട്രംപിൻ്റെ ഒരു പ്രസ്താവന വരുന്നത് റഷ്യയും ചൈനയും ഈ യുദ്ധത്തിൽ പങ്കാളികളാകുമെന്ന് തങ്ങൾ വിശ്വസിക്കുന്നില്ല, പക്ഷേ ഇടപെട്ടാൽ വലിയ തോതിലുള്ള പ്രത്യാഘാതം ഉണ്ടാകും എന്നുള്ളതാണ്. ഇരു രാജ്യങ്ങളും ഇറാൻ ആയുധം കൊടുക്കില്ല എന്ന് തന്നോട് ഉറപ്പ് നൽകിയിട്ടുണ്ട്. പുടിനെയും ഷീ ജിൻപിങ്ങിനെയും താൻ വിശ്വസിക്കുന്നുണ്ട്, പക്ഷേ
രഹസ്യാന്വേഷണ ഏജൻസികൾ ട്രംപ് പറയുന്ന കാര്യങ്ങൾ വിലക്കെടുക്കാതെയാണ് ഇപ്പോൾ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത്. റഷ്യയോ ചൈനയോ നിലവിൽ നേരിട്ട് പങ്കാളികളല്ല എങ്കിൽ പോലും പലതരത്തിലുള്ള സഹായം, ഇടയ്ക്ക് ഒരു ചൈനീസ് വിമാനം ഇറാനിലെത്തി എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. അത് ആയുധങ്ങളാണ് എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് അന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതിനിടയിലാണ് ഇത്തരം ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പരിശോധന രഹസ്യാന്വേഷണ ഏജൻസി നടത്തുന്നത്. അജയ് സുധാ ബിജു വിവരങ്ങളുമായി ചേരും. അജയ്, നേരത്തെ തന്നെ ഈ ഒരു സംശയമുണ്ട്. കാരണം വളരെ കൃത്യമായി തന്നെ ഇറാൻ മിസൈലുകൾ അമേരിക്കൻ താവളങ്ങളിൽ പതിക്കുന്നു, വലിയ നാശനഷ്ടമുണ്ടാകുന്നു. നമുക്കറിയാം, സാങ്കേതികമായി ഏറെ പരാജയപ്പെട്ട ഒരു രാജ്യമാണ് ഇറാൻ. സാങ്കേതികവിദ്യ അവർക്ക് ലഭിക്കാൻ വേറെ മാർഗങ്ങളില്ല. ഉപരോധങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരു രാജ്യമാണ്. അവിടെയാണ് വളരെ ടാർഗറ്റായി ഇവർ തങ്ങളുടെ ഓപ്പറേഷൻസ് നടത്തുന്നത്. അവിടെയാണ് അമേരിക്കയുടെ സംശയം. ഈ റഷ്യയും ചൈനയും ആദ്യഘട്ടത്തിൽ സംഘർഷം ആരംഭിച്ചപ്പോൾ തന്നെ ഇറാന് പൂർണ്ണ പിന്തുണ അറിയിച്ചിരുന്നു. അതുപോലെ അമേരിക്കയുടെ ആക്രമണങ്ങളെ ശക്തമായ ഭാഷയിൽ തന്നെ അപലപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് സമാധാന ചർച്ചകൾ ആരംഭിക്കുന്ന ഘട്ടത്തിൽ ട്രംപ് ചൈനീസ് പ്രസിഡന്റായിട്ടുള്ള ഷീ ജിങ് പിങ്ങുമായിട്ടും അതുപോലെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായിട്ടൊക്കെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ കൂടിക്കാഴ്ചയിലൊക്കെ ഇറാൻ വിഷയവും പ്രധാന ചർച്ചാ വിഷയമായി ഉരുത്തിരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോഴെല്ലാം ട്രംപ് പ്രധാനമായിട്ടും ആവശ്യപ്പെട്ടത് ഈ ഇറാനെ സൈനികമായി റഷ്യയും ചൈനയും സഹായിക്കരുത് എന്ന് തന്നെയാണ്. ട്രംപ് കുറച്ചു മുൻപേ തൻ്റെ ട്രൂ സോഷ്യൽ അക്കൗണ്ടിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഈ പോസ്റ്റിൽ അദ്ദേഹം ചൈനയുടെ കാര്യം സ്പെസിഫിക്കായി എടുത്ത് പറയുന്നുണ്ട്. തൻ്റെ ചൈനീസ് സന്ദർശനത്തിനിടെ ഷീ ജിങ് പിങ്ങുമായിട്ട് സംസാരിച്ചപ്പോൾ ഇറാന് ആയുധങ്ങൾ നൽകില്ല എന്ന് അദ്ദേഹം തനിക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഈ ഉറപ്പ് ചൈനീസ് കമ്പനികൾക്കും ബാധകം തന്നെയാണ്. അതുകൊണ്ട് ചൈന ഇത്തരത്തിൽ ആയുധങ്ങൾ വിൽക്കുമെന്ന് താൻ വിശ്വസിക്കുന്നില്ല എന്ന് ട്രംപ് ചൈനയുടെ കാര്യത്തിൽ എടുത്തു പറയുന്നുണ്ട്. റഷ്യയ്ക്കും സമാനമായിട്ടുള്ള രീതിയിലുള്ള പ്രസ്താവനകൾ തന്നെ ട്രംപ് ഇതിനു മുൻപേ പലപ്പോഴും മാധ്യമങ്ങൾ വഴി നടത്തിയിട്ടുണ്ട്. റഷ്യ ഒരിക്കലും ഇറാന് ആയുധങ്ങൾ നൽകില്ല എന്നുള്ള രീതിയിലുള്ളത്. പക്ഷേ ഇപ്പോൾ അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗമായിട്ടുള്ള CIA സംശയങ്ങൾ തോന്നാനുള്ള ഒരു പ്രധാന കാരണം ഇറാൻ മിസൈലുകൾ പാലിക്കുന്ന ഒരു കൃത്യത തന്നെയാണ്. അതായത് US സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചിട്ടുള്ള മിസൈലുകൾ അവിടേക്ക് ലക്ഷ്യം വെച്ച് അതേ സ്ഥാനത്ത് തന്നെ പതിക്കുന്ന ആ കൃത്യത ഇത്ര കൃത്യമായിട്ട് മിസൈലുകൾ ഇറാനിൽ നിന്ന് വിക്ഷേപിക്കണമെങ്കിൽ തീർച്ചയായിട്ടും റഷ്യൻ ടെക്നോളജി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഈ രഹസ്യാന്വേഷണ വിഭാഗത്തിന് ഒരു സംശയമുണ്ട്. അപ്പോൾ ആ സംശയം കാരണം തന്നെയാണ് ഇപ്പോഴുള്ള ഈ അന്വേഷണങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. പക്ഷേ പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്ന് ഇതിനെ തള്ളിക്കളയുന്ന നിലപാടാണ് ഇപ്പോഴും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും അതാണ് വിവരം. അജയ് സുധാ ബിജുവാണ് വിശദമായി തന്നെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തത്. മറ്റൊരു വാർത്ത, BBC-ക്കെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു കേസ് കൊടുത്തിരുന്നു. $1000 കോടി ഒരു കേസാണ്, അപകീർത്തി കേസാണ് നൽകിയത്. പക്ഷേ ട്രംപിന് നിയമപരമായി കനത്ത തിരിച്ചടി ഈ വിഷയത്തിൽ ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ട്രംപിൻ്റെ മുതിർന്ന മകൻ നിയന്ത്രിക്കുന്ന 400ഓളം കമ്പനികളുടെ സാമ്പത്തിക ഇടപാട് രേഖകൾ കോടതിയിൽ ഹാജരാക്കാനാണ് ഇപ്പോൾ US മജിസ്ട്രേറ്റ് ജഡ്ജ് എൻജോലിക് ലൈറ്റ് ഉത്തരവിട്ടിരിക്കുന്നത്. 3 മണിക്കൂർ നീണ്ട വാദപ്രതിവാദങ്ങൾക്കൊടുവിലാണ് മയാമി കോടതിയുടെ വളരെ പ്രധാനപ്പെട്ട വിധി വരുന്നത്. ട്രംപ് ജൂനിയർ നയിക്കുന്ന ഡൊണാൾഡ് ജെ ട്രംപ് റിവോക്കബിൾ ട്രസ്റ്റ് എന്ന കുടുംബ ട്രസ്റ്റിൻ്റെ സ്വത്ത് വിവരങ്ങൾ പരസ്യപ്പെടുത്തുന്നതിൽ നിന്ന് സംരക്ഷിക്കണമെന്നാണ് ട്രംപിൻ്റെ അഭിഭാഷകർ വാദിച്ചിരുന്നത്. പക്ഷേ അത് പൂർണ്ണമായും കോടതി തള്ളുകയാണ്. BBC-ക്കെതിരെയുള്ള ഹർജിയിലൂടെ സ്വന്തം സാമ്രാജ്യത്തിൻ്റെ സാമ്പത്തിക വിവരങ്ങളെ കോടതിയിലേക്ക് വലിച്ചിഴച്ച് ട്രംപ് തന്നെയാണെന്ന് ജഡ്ജി നിരീക്ഷിക്കുകയാണ്. അതായത് ട്രംപിൻ്റെ മകൾ ഇവാൻക ട്രംപ്, മരുമകൻ ജാറദ് കുഷ്ണർ, മുൻ ഉപദേശകരായ സ്റ്റീവ് ബാനർ, മൈക്കൽ ഫ്ലിൻ, സ്റ്റീഫൻ മില്ലർ, ട്രംപ് ജൂനിയർ എന്നിവർക്കെതിരെ BBC പുറപ്പെടുവിച്ച സമൻസുകൾ റദ്ദാക്കണമെന്ന ആവശ്യവും കോടതി തള്ളിയിരിക്കുകയാണ്. 2021 ജനുവരി 6 ക്യാപിറ്റോൾ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇവർ തമ്മിൽ നടത്തിയ സന്ദേശങ്ങളുടെ വിശദാംശങ്ങളും അന്വേഷണ ഏജൻസികൾക്ക് നൽകിയ മൊഴികളും ഹാജരാക്കാനാണ് BBC ആവശ്യപ്പെട്ടത്. 2024 US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് BBC സംപ്രേഷണം ചെയ്ത പനോരമ എന്ന ഡോക്യുമെന്ററിയാണ് ഈ കേസിന് ആധാരമായത്. ജനുവരി 6 ട്രംപിന്റെ പ്രസംഗത്തിൽ നിന്നുള്ള 12 സെക്കൻഡ് ദൈർഘ്യമുള്ള ഭാഗം തെറ്റായ രീതിയിൽ എഡിറ്റ് ചെയ്ത് ആക്രമണത്തിന് ആഹ്വാനം ചെയ്തതായി ചിത്രീകരിച്ചു എന്നാണ് ട്രംപ് ആരോപിച്ചിരുന്നത്. പക്ഷേ ട്രംപിൻ്റെ ബിസിനസ്സുകളും ഈ ഡോക്യുമെൻ്ററി കാരണം ട്രംപിൻ്റെ ബിസിനസ്സുകൾക്കും പ്രശസ്തിക്കും കനത്ത സാമ്പത്തിക നഷ്ടമുണ്ടായി എന്നും മറ്റുമാണ് ഹർജിയിൽ പറഞ്ഞിരുന്നത്. എന്നാൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ട്രംപിൻ്റെ ആസ്തി $100 കോടി അതായത് $1 ബില്യൺ വർദ്ധിച്ചു എന്ന് തെളിയിക്കാനാണ് കമ്പനി രേഖകൾ BBC ആവശ്യപ്പെട്ടിരുന്നത്. അതുകൊണ്ട് ഇത് ട്രംപിൻ്റെ വാദങ്ങളെ പൂർണ്ണമായും പൊളിക്കും, സംശയമില്ല. അങ്ങനെ ട്രംപിൻ്റെയും കുടുംബത്തിൻ്റെയും സ്വത്ത് വിവരങ്ങൾ കോടതിയിലെത്തുകയും അത് പൊതുമധ്യത്തിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യും എന്നുള്ളതാണ് ഈ ഹർജിയുടെ ആത്യന്തിക ഫലം.
വടക്ക് പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ സുരക്ഷാ ചെക്ക് പോസ്റ്റിലേക്ക് സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനം ഇടിച്ചുകയറ്റി ഭീകരാക്രമണം. ആക്രമണത്തിൽ 12 സൈനികരും 2 പോലീസുകാരും ഒരു വനംവകുപ്പ് ഉദ്യോഗസ്ഥനും ഉൾപ്പെടെ 15 പേർ കൊല്ലപ്പെട്ടുവെന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി ഉണ്ടായ ആക്രമണത്തിന് പിന്നാലെ സുരക്ഷാ സേന നടത്തിയ തിരിച്ചടിയിൽ 12 ഭീകരരെ വധിച്ചതായും പാകിസ്ഥാൻ സൈന്യം അറിയിച്ചിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാൻ അതിർത്തിയോട് ചേർന്നുള്ള വടക്ക് പടിഞ്ഞാറൻ ഖൈബർ പഖ്തൂൺ പ്രവിശ്യയിലെ ടാങ് ജില്ലയിലാണ് ഈ സംഭവം. ചെക്ക് പോസ്റ്റിന്റെ സുരക്ഷാ വലയം ഭേദിക്കാൻ കഴിയാതെ വന്നതോടെ ഭീകരർ സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനം ഇടിച്ചു കയറ്റുകയായിരുന്നുവെന്നാണ് സൈന്യം പ്രസ്താവനയിൽ പറയുന്നത്. ഈ സ്ഫോടനത്തിൽ ചെക്ക് പോസ്റ്റിന്റെ കെട്ടിടത്തിന് ഗുരുതരമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചു. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം പ്രാദേശിക താലിബാൻ സംഘടനയായ TTP ഏറ്റെടുത്തിട്ടുണ്ട്. 4 ചാവേറുകളാണ് ഈ ആക്രമണത്തിൽ പങ്കെടുത്തതായി ഭീകര സംഘടന അവകാശപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കുറേ നാളുകളായി വടക്കു പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ ഭീകരാക്രമണങ്ങൾ വലിയ തോതിൽ വർദ്ധിച്ചിരിക്കുകയാണ്. അഫ്ഗാനിസ്ഥാന് ഇതിൽ പങ്കുണ്ട് എന്നാണ് പാകിസ്ഥാന്റെ ആരോപണം. അതിനെ തുടർന്ന് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ കേന്ദ്രങ്ങൾ തുടർച്ചയായി പാകിസ്ഥാൻ ആക്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ പ്രശ്നം പാകിസ്ഥാന്റെ ആഭ്യന്തര പ്രശ്നം മാത്രമാണെന്നും തങ്ങൾക്ക് പങ്കില്ല എന്നുമാണ് ഇപ്പോൾ അഫ്ഗാൻ വ്യക്തമാക്കുന്നത്. UAE-യിൽ സ്വകാര്യ മേഖലയിൽ പുതിയ ജീവനക്കാരെ നിയമിക്കുന്നതിന് മുൻപ് തൊഴിലുടമ നിർബന്ധമായും വർക്കർ പ്രൊട്ടക്ഷൻ ഇൻഷുറൻസ് എടുത്തിരിക്കണമെന്ന പുതിയ നിയമം നിലവിൽ വരികയാണ്. മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയമാണ് കർശനമായ മാനദണ്ഡങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് തൊഴിലുടമ നിയമപരമായ ബാധ്യതകൾ നിറവേറ്റാതിരുന്നാൽ ജീവനക്കാരുടെ സാമ്പത്തിക അവകാശങ്ങൾ സംരക്ഷിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. 2.5 വർഷത്തെ ശമ്പള കുടിശ്ശിക ഉൾപ്പെടെ പരമാവധി 20,000 ദിർഹം വരെ ഇൻഷുറൻസ് പരിരക്ഷ കിട്ടും. അത് ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കേണ്ടത് കമ്പനിയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. ജോലി പെർമിറ്റ് നടപടികൾ പൂർത്തിയാക്കുന്നതിന് മുൻപ് തൊഴിലുടമ ഈ ഇൻഷുറൻസ് എടുക്കണം എന്നാണ് ഏറ്റവും പുതിയ നിയമം. ഈ സ്ഥാപനത്തിൻ്റെ സ്വഭാവമൊക്കെ അനുസരിച്ച് 4 തരത്തിലുള്ള ഇൻഷുറൻസ് പാക്കേജുകൾ ആണ് ഇപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ടത്. അത് മാത്രമല്ല, മരിച്ച ആളുടെ ജോലിക്കാരൻ മരിക്കുകയാണെങ്കിൽ മൃതദേഹം നാട്ടിലെത്തിക്കുന്നുള്ള ചെലവും ഈ പദ്ധതിയിൽ ഉൾപ്പെടും എന്നാണ് മനസ്സിലാക്കേണ്ടത്. ചെലവ് മുഴുവനും കമ്പനി വഹിക്കണം. ജീവനക്കാരെ നിയമിക്കുന്നതിനുള്ള റിക്രൂട്ട്മെന്റ് ചെലവ്, സർക്കാർ ഫീസ്, ഇൻഷുറൻസ് ചെലവ് തുടങ്ങിയവ എല്ലാം കമ്പനി വഹിക്കണം എന്നുള്ളതാണ് പുതിയ തൊഴിൽ നിയമം അനുസരിച്ച്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാകുന്നു. ഇന്ത്യക്കാരെ പോലെ പ്രവാസികളായ നിരവധി ആളുകൾക്ക് അത് ഏറെ പ്രയോജനകരമായ ഒരു നിയമമായി മാറുന്നു. അത് മാത്രമല്ല, ജീവനക്കാർക്ക് 30 ദിവസത്തെ ശമ്പളത്തോടുകൂടിയുള്ള വാർഷിക അവധി അനുവദിക്കണം, 60 ദിവസത്തെ പ്രസവ അവധി അനുവദിക്കണം, 90 ദിവസത്തെ സിക്ക് ലീവ് അനുവദിക്കണം, മാതാപിതൃ അവധി, പഠന അവധി, സേവനാനന്തര ആനുകൂല്യം തുടങ്ങിയ അവകാശങ്ങൾ, അങ്ങനെ ഇവയെല്ലാം നന്നായി നടപ്പിലാക്കണമെന്നാണ് കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പാസ്പോർട്ടൊന്നും പിടിച്ചു വെക്കാനുള്ള അവകാശം ഇനിയിപ്പോൾ കമ്പനിക്ക് ഉണ്ടാവില്ല എന്നും വളരെ പ്രധാനപ്പെട്ട നിയമ ഭേദഗതിയിലുണ്ട്. മറ്റു വാർത്ത പുറത്തുവരുന്നത് യൂറോപ്യൻ രാജ്യങ്ങളായ സ്പെയിനിലും ഫ്രാൻസിലും വലിയ കാട്ടുതീ പടർന്നു പിടിക്കുന്നു എന്നുള്ളതാണ്. മേഖലയിൽ കാട്ടുതീ അനിയന്ത്രിതമായി പടർന്നതിനെ തുടർന്ന് ഒരാഴ്ചക്കിടെ 50,000-ലധികം പേരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു എന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത്. അതിശക്തമായ ഉഷ്ണതരംഗവും കാറ്റുമാണ് ഈ തീ അതിവേഗം പടരാൻ കാരണമായത് എന്നാണ് ഇപ്പോൾ പ്രാഥമികമായ നിഗമനം. ഫ്രാൻസിലെ ബോർഡോ മേഖലയിലാണ് കാട്ടുതീ ഏറ്റവും കൂടുതൽ നാശം വിതയ്ക്കുന്നത്. ഇവിടെ നിന്ന് മാത്രം 40,000-ഓളം ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു, ഒഴിപ്പിച്ചു എന്ന വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട്. സ്ഥിതിഗതികൾ നിയന്ത്രണാതീതമായതിനാൽ ആയിരക്കണക്കിന് വരുന്ന വിനോദസഞ്ചാരികളോട് ക്യാമ്പ് സൈറ്റുകളിൽ നിന്നും അവധിക്കാല വസതികളിൽ നിന്നും മാറി താമസിക്കാൻ അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട്. സ്പെയിനിന്റെ തലസ്ഥാനമായ മാഡ്രിഡിന് സമീപവും കാട്ടുതീ ആളിപ്പടരുകയാണ്. മാഡ്രിഡ് മേഖലയിൽ സർക്കാർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച പശ്ചാത്തലം കൂടിയുണ്ട്. ഇവിടെ നിന്ന് 10,000-ലധികം ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. ഇതിൽ കെയർ ഹോമുകളിൽ കഴിഞ്ഞിരുന്ന 400-ലധികം വയോധികരും ഭിന്നശേഷിക്കാരും ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ മാഡ്രിഡൊക്കെ വളരെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ്. ഈ ഭാഗങ്ങളിലൊക്കെ പുകപടലങ്ങൾ നിറഞ്ഞ് വല്ലാത്ത ഒരവസ്ഥയിലാണ്. സുരക്ഷാ സേനകളെ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി വിന്യസിച്ചിട്ടുണ്ട് എന്ന് സ്പെയിൻ പ്രധാനമന്ത്രി അറിയിച്ചിട്ടുണ്ട്. സ്ഥിതി രൂക്ഷമായ സാഹചര്യത്തിൽ ഫ്രാൻസും സ്പെയിനും യൂറോപ്യൻ യൂണിയന്റെ സഹായം കൂടി തേടിയിട്ടുണ്ട്. പ്രത്യേക അഗ്നിശമന വിമാനങ്ങളിൽ 4 എണ്ണം സ്പെയിനിലേക്കും 3 എണ്ണം ഫ്രാൻസിലേക്കും അയച്ചതായി യൂറോപ്യൻ യൂണിയൻ അറിയിച്ച പശ്ചാത്തലമുണ്ട്. അത് മാത്രമല്ല, താപനില 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ തുടരുന്ന സാഹചര്യം കൂടിയുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം കാരണം ഈ മേഖലയിലൊക്കെ ഉണ്ടായ കടുത്ത വരൾച്ചയാണ് ഈ കാട്ടുതീ പടരാൻ കാരണം എന്നാണ് ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാണിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പുതിയ 2 ഇൻസ്റ്റാഗ്രാം വീഡിയോകൾ തുടർച്ചയായി വന്നിരുന്നു. സെൽഫി ടൈപ്പ് വീഡിയോ ആണ് പ്രധാനമന്ത്രി, അതായത് വിദ്യാർത്ഥികളോട് നേരിട്ട് സംവദിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ വീഡിയോസ് ചിത്രീകരിച്ചത്. ഇതിൽ ആദ്യത്തെ വീഡിയോയ്ക്ക് 308 മില്യൺ, ഇന്നലെ രാത്രി വരെയുള്ള കണക്കാണ്, 308 മില്യൺ വ്യൂസാണ് കിട്ടിയത് എന്നാണ് വിവരങ്ങൾ പുറത്തു വന്നത്. തൊട്ടു പിന്നാലെ രണ്ടാമത്തെ വീഡിയോയും പ്രധാനമന്ത്രി ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുകയായിരുന്നു. താങ്ക് യു ഫ്രണ്ട്സ്,
യുവാക്കൾക്ക് നന്ദി പറഞ്ഞാണ് പുതിയ വീഡിയോയുമായി ഇൻസ്റ്റയിൽ പ്രധാനമന്ത്രി എത്തിയത്. കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്ത വീഡിയോയുടെ കാര്യമാണ് പറഞ്ഞത്. അത് യുവാക്കൾ ഏറ്റെടുത്തു എന്ന് പ്രധാനമന്ത്രി ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട് ഈ വീഡിയോയിൽ. നല്ല നിർദ്ദേശങ്ങൾക്കും പ്രതികരണങ്ങൾക്കും നന്ദി എന്നാണ് മോദി വ്യക്തമാക്കുന്നത്. അതായത് മോദിയുടെ ഫോളോവേഴ്സ് പാകത്തെ, അത് മാത്രമല്ല ഈ വീഡിയോ നന്ദി അറിയിച്ചുള്ള വീഡിയോ ആദ്യ 30 മിനിറ്റിൽ 10 ലക്ഷത്തോളം പേർ കണ്ടു കഴിഞ്ഞിരുന്നു. ഇന്നലത്തെ കണക്കാണ്, പുതിയ കണക്ക് വരാനിരിക്കുന്നതേ ഉള്ളൂ. പോസ്റ്റ് ചെയ്തതിന് പിന്നാലെ ആദ്യത്തെ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് പിന്നാലെ പ്രധാനമന്ത്രിക്ക് 10 ലക്ഷം ഫോളോവേഴ്സ് കൂടി എന്നുള്ള കണക്ക് കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇതോടെ പ്രധാനമന്ത്രിയെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നവരുടെ എണ്ണം 102 മില്യൺ. ഒരുപക്ഷെ ഏറ്റവും ഈ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായി മോദി മാറുന്ന ഒരു പശ്ചാത്തലം പ്രധാനമാണ്. അങ്ങനെ വീണ്ടും ഇത്തരം വീഡിയോകളുമായി വരും എന്നാണ് മോദി വ്യക്തമാക്കിയിരിക്കുന്നത്. മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞത്, ഈ വികസന വിവരങ്ങൾ പങ്കുവെക്കുന്നതിന് പകരം റീലുകളും തത്സമയ സംവാദങ്ങളും വഴി പുതിയ തലമുറയുമായി നേരിട്ട് ബന്ധം സ്ഥാപിക്കാൻ മന്ത്രിമാരോടും MP-മാരോടും പ്രധാനമന്ത്രി ആവശ്യപ്പെടുകയാണ്. അതിന് പിന്നാലെയാണ് വീണ്ടും വീഡിയോകൾ ഉണ്ടാകും എന്ന് മോദി വ്യക്തമാക്കുന്നത്. ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിലിൻ്റെ വില $100 എത്തിയത് കഴിഞ്ഞ ദിവസമാണ്. അതിൻ്റെ മറ്റ് കാരണം പ്രധാനമായും ഹോർമുസിലെ പ്രതിസന്ധിയാണ്. ഇന്നലെ വരുന്നൊരു കണക്കനുസരിച്ച് ഒരു കപ്പൽ മാത്രമാണ് ഇന്നലത്തെ ദിവസം ഹോർമുസ് കടന്നത്. 150-160 കപ്പലുകളൊക്കെ കടന്നു പോകുന്ന ഒരു പാതയിൽ ഒരു കപ്പൽ മാത്രമാണ് കടന്നു വന്നത് എന്നത് ഏറ്റവും പ്രധാനമൊന്ന്. ഇങ്ങനെ വന്നാൽ ഇന്ത്യയിൽ വീണ്ടും പെട്രോൾ ഡീസൽ വില കൂട്ടേണ്ടി വരുമെന്നാണ് പൊതുമേഖലാ എണ്ണ കമ്പനികൾ വ്യക്തമാക്കുന്നത്. ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് രാജ്യാന്തര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ബാരലിന് $100 എത്തിയ സാഹചര്യത്തെ ആശങ്കയോടെയാണ് കാണുന്നത്. താൽക്കാലികമാണ് വില വർധനവ് എന്ന് പറഞ്ഞാലും, അതായത് BPCL ഡയറക്ടർ രാമകൃഷ്ണ ഗുപ്ത ഒരു അഭിമുഖത്തിൽ പറഞ്ഞതാണ്, ഇനി ക്രൂഡ് ഓയിൽ വില വർദ്ധിച്ചാൽ ഇന്ത്യയിലും എണ്ണവില കൂട്ടേണ്ടി വരും എന്ന് വ്യക്തമാക്കുകയാണ്. $80 മുകളിലെത്തിയാൽ തന്നെ എണ്ണ കമ്പനികളുടെ ലാഭത്തെ അത് സാരമായി ബാധിക്കുന്നുണ്ട്. അതുമാത്രമല്ല, റഷ്യൻ എണ്ണയ്ക്ക് ഇന്ത്യയിലേക്ക് വന്നിരുന്ന അപ്പോൾ തന്നിരുന്ന ഡിസ്കൗണ്ട് നിലച്ച പശ്ചാത്തലം, അതായത് ക്രൂഡ് ഓയിലിൻ്റെ വില വർദ്ധിച്ചതോടെ റഷ്യൻ എണ്ണയുടെ ഡിസ്കൗണ്ട് കുറഞ്ഞതും എണ്ണ കമ്പനികൾക്ക് വലിയ ആശങ്കയായി മാറിയ പശ്ചാത്തലം വന്നിരിക്കുകയാണ്. സെപ്റ്റംബറിൽ വിതരണം ചെയ്യാനുള്ള ക്രൂഡ് ഓയിലിന് ഡിസ്കൗണ്ട് ലഭിക്കില്ല എന്ന് റഷ്യൻ കമ്പനികൾ അറിയിച്ചതായി ഇപ്പോൾ BPCL അറിയിച്ചിട്ടുണ്ട്. ഇത് കമ്പനികളുടെ സാമ്പത്തിക ആഘാതം വർദ്ധിപ്പിക്കുന്ന എന്ന കാര്യത്തിൽ സംശയമില്ല. അതുമാത്രമല്ല, 20 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ വാങ്ങാൻ US-ഉമായി ഒരു കരാറിലെത്താനും BPCL ശ്രമിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല, വെനസ്വേല, അങ്കോള തുടങ്ങിയ രാജ്യങ്ങളുമായും കരാറിലെത്തും. അതുമാത്രമല്ല, എണ്ണ കമ്പനികൾക്ക് നഷ്ടത്തിൻ്റെ മാസമായി കഴിഞ്ഞ മാസം മാറിയെന്ന കണക്കുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. BPCL-ന് 3962 കോടി രൂപയാണ് നഷ്ടം. HPCL-ന് 11,526 കോടി നഷ്ടമാണ്. മറ്റൊരു കമ്പനിയായ IOC-ക്ക് അടുത്ത ദിവസങ്ങളിൽ അവരുടെ ഫലങ്ങൾ പുറത്തുവിടുമ്പോൾ അവരും വലിയ നഷ്ടത്തിൽ ആകും എന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും നമുക്കറിയാം, ഇതിനകം തന്നെ 4 തവണയായി ഏതാണ്ട് 7-8 രൂപയോളം ഡീസലിനും പെട്രോളിനും വില വർദ്ധിച്ച ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പുതിയ കണക്കുകൾ പുറത്തു വരുന്നത്. കൊറിയയിലെ ഒരു വിവാഹമോചന വാർത്തയാണ് ഇപ്പോൾ ലോകമെമ്പാടും ചർച്ച ചെയ്യപ്പെടുന്നത്. അതായത്, വിവാഹമോചന കേസിൽ മുൻ ഭാര്യയ്ക്ക് 4000 കോടി രൂപ നഷ്ടപരിഹാരം നൽകേണ്ടി വന്ന ഒരു കൊറിയൻ വ്യവസായ ഭീമന്റെ വാർത്ത. നൂറ്റാണ്ടിൻ്റെ വിവാഹമോചനം എന്നാണ് കൊറിയൻ മാധ്യമങ്ങൾ ഈ വിവാഹമോചനത്തെ വിശേഷിപ്പിക്കുന്നത്. കൊറിയയിലെ അതിസമ്പന്ന കുടുംബത്തിൻ്റെ വിവാഹമോചനമാണ് ഇപ്പോൾ ആഗോളതലത്തിൽ ചർച്ചയാകുന്നത്. അതായത്, പ്രമുഖ വ്യവസായ ഗ്രൂപ്പായ SK ഗ്രൂപ്പ് ചെയർമാൻ ചേത്തായ് വോണിനോട് മുൻ ഭാര്യ റോസോ യോങ്ങിന് വിവാഹമോചന നഷ്ടപരിഹാരം നൽകേണ്ട തുകയാണ് ഈ 4000 കോടി, അതായത് 64.4 കോടി അമേരിക്കൻ ഡോളർ. ദക്ഷിണ കൊറിയൻ കോടതിയാണ് ഇത്തരത്തിലൊരു ഉത്തരവിട്ടത്. ദക്ഷിണ കൊറിയൻ മാധ്യമങ്ങൾ അതുകൊണ്ട് തന്നെ ഇതിനെ നൂറ്റാണ്ടിൻ്റെ വിവാഹമോചനം എന്ന് വിശേഷിപ്പിക്കുകയാണ്. വലിയ നിയമപോരാട്ടം ഇതുമായി ബന്ധപ്പെട്ട് നടന്നിരുന്നു. അതിനുശേഷമാണ് സുപ്രധാനമായ ഈ വിധി ഉണ്ടായിരിക്കുന്നത്. മുൻ ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് മകളായ റോസോങ് യോങ്ങാണ് വിവാഹമോചന ഹർജി ഫയൽ ചെയ്തത്. ഇവർ തമ്മിൽ 35 വർഷത്തെ ദാമ്പത്യ ബന്ധമുണ്ടായിരുന്നു. മറ്റൊരു സ്ത്രീയിൽ തനിക്ക് കുഞ്ഞുണ്ടായെന്ന് വെളിപ്പെടുത്തിയതോടെയാണ് ഈ ബന്ധം തകർച്ചയിലായത്. ദക്ഷിണ കൊറിയൻ സമ്പദ് വ്യവസ്ഥയെ നിയന്ത്രിക്കുന്ന വൻകിട കുടുംബത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള വ്യവസായ ശൃംഖലകളിൽ മുൻപന്തിയിലാണ് SK ഗ്രൂപ്പ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. ഈ സാംസങ്ങിന് തൊട്ടു പിന്നിൽ രാജ്യത്തെ രണ്ടാമത്തെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് ഗ്രൂപ്പ് കൂടിയാണ് ഇത്. 1953 ടെക്സ്റ്റൈൽ കമ്പനിയായി പ്രവർത്തനം ആരംഭിച്ച SK ഗ്രൂപ്പ് ഇപ്പോൾ ടെലികോം, ഊർജ്ജം തുടങ്ങിയ
വിവിധ മേഖലകളിൽ വലിയ തോതിൽ പങ്കാളിത്തമുള്ള ഒരു കമ്പനിയാണ്. അത് പ്രമുഖ ചിപ്പ് നിർമ്മാതാക്കളും നിർമ്മിത ബുദ്ധി വിപ്ലവത്തിൻ്റെ പ്രധാനപ്പെട്ട ആളുകൾ കൂടിയാണ് ഇവർ. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ പണമുള്ള ഒരു വ്യവസായ ഗ്രൂപ്പിൻ്റെ ഉടമയ്ക്കാണ് ഇപ്പോൾ 4000 കോടി രൂപ സ്വന്തം ഭാര്യയ്ക്ക് വിവാഹമോചനത്തിന് നൽകേണ്ടി വരുന്ന അവസ്ഥയുണ്ടായത്. ഇപ്പോൾ പുതിയ ഒരു നാടകീയമായ ചില അഭിപ്രായ പ്രകടനങ്ങൾ വരുന്നത് LTT നേതാവ് വേലുപ്പിള്ള പ്രഭാകരൻ ജീവിച്ചിരിപ്പുണ്ട് എന്ന അവകാശവാദവുമായി ഒരു നേതാവ് രംഗത്ത് വന്നിരിക്കുകയാണ്. ഉലക തമിഴ് പേർമൈപ്പ് നേതാവ് ആണ് ഇപ്പോൾ പറയുന്നത്, നെടുമാറൻ പറയുന്നത് വേലുപ്പിള്ള പ്രഭാകരൻ ജീവിച്ചിരിപ്പുണ്ടെന്നും അദ്ദേഹം ദിവസങ്ങൾക്കുള്ളിൽ പ്രത്യക്ഷപ്പെടുമെന്നും മറ്റുമാണ്. 2009 മുതൽ താൻ ഇക്കാര്യം പറയുന്നതാണെന്നും പ്രഭാകരൻ്റെ മകൾ TV-യിൽ പ്രത്യക്ഷപ്പെട്ട് സംസാരിച്ചതായും ഒക്കെയാണ് ഇയാൾ പറയുന്നത്, നെടുമാറൻ അവകാശപ്പെടുന്നത്. 2023 ദ്വാരക എന്ന് പറയുന്ന ഒരാൾ പ്രഭാകരൻ്റെ മകൾ എന്ന് അവകാശപ്പെട്ട് പ്രത്യക്ഷപ്പെട്ടിരുന്നു. യുവതിയുടെ ദൃശ്യങ്ങൾ അന്ന് പുറത്തു വന്നിരുന്നു. എന്നാൽ അത് AI സാങ്കേതിക വിദ്യയാണ് എന്ന് മറ്റുമാണ് അന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ഒരാളുണ്ട് എന്നും ഈ മകളുണ്ട് എന്നും മകളും പ്രഭാകരനും ജീവിച്ചിരിപ്പുണ്ട് എന്നും പ്രഭാകരൻ ഇനി പൊതുമധ്യത്തിലേക്ക് തിരിച്ചു വരും എന്നും മറ്റുമാണ് ഈ നേതാവ് പറയുന്നത്. പക്ഷേ ഇതിന് കൃത്യമായൊരു തെളിവോ മറ്റു കാര്യങ്ങളൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹം നേരത്തെ തന്നെ LTTയുടെ പിന്തുണയ്ക്കുന്ന ആളാണ്. നെടുമാരൻ എന്ന് പറയുന്ന ആൾ പ്രഭാകരനുമായി അടുപ്പം പുലർത്തിരുന്ന ഒരാൾ കൂടിയായിരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ ഇത്തരം ചില അഭിപ്രായങ്ങൾ പങ്കുവെക്കുന്നത്. നമുക്കറിയാം, ജനനായകൻ്റെ ബോക്സ് ഓഫീസ് തിളക്കം ആദ്യ ദിനം തന്നെ ജനനായകന് വലിയ തോതിലുള്ള കളക്ഷനാണ് നേടിയത്. ആഗോളതലത്തിൽ 80 കോടി രൂപയിലേറെ ആഗോളതലത്തിൽ ജനനായകൻ കളക്ഷൻ നേടി എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. കേരളത്തിൽ 5.8 കോടി രൂപ ആദ്യ ദിനം ഫസ്റ്റ് ഡേ ജനനായകൻ കളക്ട് ചെയ്തു. ഇന്നലത്തെ കളക്ഷൻ റിപ്പോർട്ട് വരാനുണ്ട്. നമുക്ക് ആദ്യത്തെ ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. തിയേറ്ററിലൊക്കെ നമുക്കറിയാം രാവിലെ 6 മണിക്ക് ഷോ തുടങ്ങിയിരുന്നു. വ്യത്യസ്ത അഭിപ്രായങ്ങൾ, സമ്മിശ്ര പ്രതികരണമാണ് സിനിമയുമായി ബന്ധപ്പെട്ട്. പക്ഷേ വിജയുടെ അവസാന ചിത്രമെന്ന നിലയിൽ വലിയ സ്വീകാര്യത തിയേറ്ററുകളിൽ സിനിമയ്ക്ക് ലഭിക്കുന്നുണ്ട്. വലിയ ഹൗസ്ഫുള്ളായി ഇപ്പോഴും പ്രദർശനം തുടരുന്ന പശ്ചാത്തലമുണ്ട്. ആരാധകർ ഒഴുകിയെത്തുന്ന ഒരു സിനിമയായി മാറുന്നുണ്ട്. നമുക്കറിയാം 5.8 കോടി രൂപ ഒരു മലയാളം സിനിമയ്ക്ക് ആദ്യദിന കളക്ഷൻ കിട്ടിയിട്ട് എത്രയോ നാളുകളായി. മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും ഒക്കെ സിനിമകൾക്കാണ് അത്തരം കളക്ഷൻ വരിക. അത് പക്ഷേ മാസങ്ങളായി അത്തരം ഒരു ഭാഗ്യം മലയാള സിനിമയ്ക്കില്ല. അവിടെയാണ് ജനനായകൻ എന്ന വിജയ് ചിത്രം, തമിഴ്നാട് മുഖ്യമന്ത്രി നായകനായ അവസാന ചിത്രം തിയേറ്ററിൽ വരുമ്പോൾ വലിയ തോതിൽ ജനം കടന്നു വരുന്നത്. നമുക്കറിയാം, ഈ വലിയ താരനിരയുണ്ട്. ബോബി ഡിയോൾ, പൂജ ഹെഗ്ഡെ, മമിത ബൈജു, പ്രകാശ് രാജ്, ഗൗതം വാസുദേവ് മേനോൻ, നരേൻ, പ്രിയാമണി തുടങ്ങിയവർ ഈ ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുന്നുണ്ട്. മറ്റു വാർത്തയിലേക്ക്, ഹോണ്ടുറാസിലെ മിസ് യൂണിവേഴ്സ് തെഗുസിഗാൽപ മത്സരത്തിലെ റണ്ണറപ്പായ വുവാലിസ് അക്വിനോ 23-കാരിയാണ് ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഈ സംഭവത്തിൽ ദുരൂഹത എന്നാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വുവാലിസിനെ ബന്ധപ്പെടാൻ കഴിയാതിരുന്നതിനെ തുടർന്നാണ് ബന്ധുക്കൾ ഫ്ളാറ്റിലെത്തി പരിശോധന നടത്തിയത്. അവിടെയാണ് മരിച്ച നിലയിൽ വുവാലിസിനെ കണ്ടെത്തിയത്. ഹോണ്ടുറാസിലെ നാഷണൽ ഓട്ടോണമസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇന്റർനാഷണൽ മാർക്കറ്റിംഗിലും സോഷ്യൽ വർക്കിലും ഒക്കെ പഠനം നടത്തിയിട്ടുള്ള വുവാലിസ് സോഷ്യൽ മീഡിയയിൽ യാത്രയോടുള്ള താല്പര്യം നിരന്തരമായി പ്രകടിപ്പിച്ചിരുന്നു. സമൂഹ മാധ്യമത്തിലെ വിവരങ്ങൾ പ്രകാരം വുവാലിസ് ഒരു നൃത്ത ഇൻസ്ട്രക്ടറായും TV ഹോസ്റ്റായും മറ്റും പ്രവർത്തിച്ചിട്ടുണ്ട്. ഏതായാലും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മിസ് യൂണിവേഴ്സ് തെഗുസിഗാൽപയുടെ സംഘാടകർ ഈ മാസം 21-നാണ് വുവാലിസിന്റെ മരണവിവരം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയും മറ്റും ചെയ്തത്. അതിനെ തുടർന്നാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ദുരൂഹതകൾ പുറത്തു വരികയും മറ്റും ചെയ്യുന്നത്. അന്വേഷണം നടക്കുകയാണ്. ആരെങ്കിലും ഈ സമയത്ത് ഫ്ളാറ്റിലുണ്ടായിരുന്നു, എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിലൊക്കെ ഇനി കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. വരാനിരിക്കുന്ന ലോകകപ്പുകളിൽ നിന്ന് അർജന്റീനയെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് വലിയ ക്യാമ്പയിൻ ഓൺലൈനായി നടക്കുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ്. കാരണം ഇനിയുള്ള ലോകകപ്പുകളൊന്നും പങ്കെടുപ്പിക്കരുത്, ഇവർ ജയിച്ചതും ഫൈനലിൽ വന്നതുമൊക്കെ വലിയ തട്ടിപ്പും വെട്ടിപ്പും നടത്തിയെന്നാണ് ഈ ക്യാമ്പയിൻ നടത്തുന്നവർ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ ഫൈനലിലെ നാടകീയ സംഭവങ്ങളുടെ കൂടെ പശ്ചാത്തലത്തിലാണ് ഇതിന് ജനപിന്തുണ വർദ്ധിച്ചത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അർജന്റീനയെ വിലക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഹർജിയിൽ ഇതിനകം തന്നെ 23 മില്യൺ ആളുകൾ ഒപ്പുവെച്ചു എന്നുള്ള ഒരു കണക്ക് കൂടി പുറത്തു വരികയാണ്. അതായത് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഡിജിറ്റൽ ഒപ്പുകൾ ലഭിച്ച ഹർജികളിൽ ഒന്നായി ഇത് മാറുന്ന പശ്ചാത്തലമുണ്ട്. രാജ്യാന്തര മാധ്യമങ്ങളിലെ റിപ്പോർട്ടുകൾ അനുസരിച്ച് 170-ലേറെ രാജ്യങ്ങളിൽ നിന്നായി 23 ലക്ഷത്തോളം ആളുകൾ ഈ ഹർജിയെ പിന്തുണച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇക്കാര്യത്തിൽ ഗിന്നസ് റെക്കോർഡിന് അരികിലാണ് ഈ അപേക്ഷ എന്നതും പ്രധാനപ്പെട്ട ഒന്നാണ്. ഏതായാലും അർജന്റീനയുടെ ആരാധകരും ഇതുമായി ബന്ധപ്പെട്ട് എതിർവാദവും വന്നിട്ടുണ്ട്. സ്പെയിനുമായുള്ള മത്സരത്തിൽ റഫറിയുടെ തീരുമാനങ്ങളാണ് ഇത്തരത്തിൽ തങ്ങളെ പൊളിച്ചത് എന്നാണ് ഇപ്പോൾ അർജന്റീന ആരാധകർ പറയുന്നത്. ആ മത്സരം ഒരിക്കൽ കൂടി നടത്തണം എന്ന ആവശ്യവും അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്.
ലണ്ടനിലെ ആഡംബര ഹോട്ടലിൽ സൗദി രാജകുമാരന്റെ മരണം അമിത ലഹരി ഉപയോഗം കാരണമാണ് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ്. ടോക്സിക്കോളജി പരിശോധനയിൽ രക്തത്തിൽ കണ്ടെത്തിയത് നിയമപരിധിയേക്കാൾ 3 ഇരട്ടിയോളം മദ്യത്തിന്റെ സാന്നിധ്യമാണ്. ഒപ്പം പാർട്ടി ഡ്രഗായ ഗാമ ഹൈഡ്രോക്സിബ്യൂട്ടിൻ്റെയും കഞ്ചാവിൻ്റെയും സാന്നിധ്യം കണ്ടെത്തിയെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. ലണ്ടനിലെ മാരിയറ്റ് ഹോട്ടലിലാണ് സൗദി രാജകുമാരൻ അബ്ദുള്ള ബിൻ ഫഹദ് ബിൻ അബ്ദുള്ള ബിൻ അബ്ദുൽ അസീസ് ബിൻ ജലവി അൽ സൗദ് മരണപ്പെട്ടത്. മദ്യവും മയക്കുമരുന്നും അമിതമായി കഴിച്ചതിനെ തുടർന്നാണ് എന്നാണ് ഇപ്പോൾ അന്വേഷണ റിപ്പോർട്ടടക്കം പുറത്തു വന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. ഹൃദയാഘാതമാണ് മരണകാരണമെന്ന്, അതായത് അമിത ലഹരി ഉപയോഗത്തെ തുടർന്നുള്ള ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് ഇംഗ്ലണ്ടിലെ പ്രമുഖ മാധ്യമങ്ങൾ. നവംബർ 25-നാണ് പ്രതിദിനം 600 യൂറോ വാടകയുള്ള ഹോട്ടൽ മുറിയിൽ ഈ സംഭവം നടന്നത്. 5-ാം നിലയിലെ മുറി വൃത്തിയാക്കാനെത്തിയ ഹോട്ടൽ ജീവനക്കാരൻ ശുചിമുറിയുടെ തറയിൽ അദ്ദേഹത്തെ അബോധാവസ്ഥയിൽ കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് ഉടൻ തന്നെ ചികിത്സ നൽകിയെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഇംഗ്ലണ്ടിലെ നിയമപരമായ പരിധിയുടെ 3 ഇരട്ടിയോളം മദ്യത്തിന്റെ സാന്നിധ്യം ഈ രാജകുമാരന്റെ ബ്ലഡിൽ ഉണ്ടായിരുന്നു. അബുദാബി സെയിന്റ് ജോർജ് ഓർത്തഡോക്സ് കത്തീഡ്രലിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കൊയിനോയ 2026 കുടുംബ സംഗമം മാവേലിക്കര പുതിയകാവ് സെയിന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ദേവാലയത്തിൽ നടന്നു. പ്രവാസ ജീവിതത്തിന് ശേഷം നാട്ടിൽ സ്ഥിരതാമസമാക്കിയ മുൻ ഇടവക അംഗങ്ങളെയും വേനലവധിക്കായി നാട്ടിലെത്തിയ ഇടവകങ്ങളെയും ഒരുമിപ്പിച്ച കുടുംബ സംഗമം വിശുദ്ധ കുർബാനയോടുകൂടിയാണ് ആരംഭിച്ചത്. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ഭദ്രാസനാധിപൻ അഭിവന്ദ്യ യാക്കൂബ് മാർ ഏലിയാസ് മെത്രാപ്പോലിത്ത സംഘം ഉദ്ഘാടനം ചെയ്തു. മാവേലിക്കര ഭദ്രാസനാധിപൻ അഭിവന്ദ്യ ഡോക്ടർ എബ്രഹാം മാർ എപ്പിപാനിയോസ് മെത്രാപ്പോലിത്ത അനുഗ്രഹ പ്രഭാഷണം നടത്തി. സിറോ മലബാർ സഭയുടെ ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ മുഖ്യ പ്രഭാഷണം നിർവഹിച്ചു. പരിപാടിയിൽ മലങ്കര ഓർത്തഡോക്സ് സഭാംഗങ്ങളായ MLA മാർ കൂടിയായ അഡ്വക്കേറ്റ് ചാണ്ടിയുമ്മൻ, റജി ചെറിയൻ എന്നിവരെ ആദരിച്ചു. നിർധനരും ഭവനരഹിതരുമായ കുടുംബങ്ങൾക്കായി 2014 മുതൽ ഇടവക നടപ്പിലാക്കി വരുന്ന സ്നേഹസാന്ത്വനമായി ഒരു ഭവനം പദ്ധതിയുടെ ഭാഗമായി സെയിന്റ് ജോർജ് ഹോംസിന്റെ 12-ാം ഘട്ടത്തിന് തുടക്കമായി. ഈ വർഷം കുറഞ്ഞത് 10 ഭവനങ്ങൾ നിർമ്മിച്ചു നൽകുമെന്നാണ് ഇടവക ഭാരവാഹികൾ അറിയിച്ചിരിക്കുന്നത്. പദ്ധതിയിലൂടെ ഇതുവരെ 500 ചതുരശ്ര അടി വിസ്തൃതിയുള്ള 126 ഭവനങ്ങൾ അർഹരായ കുടുംബങ്ങൾ കൈമാറിയിട്ടുണ്ടെന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഫാദർ സിബി മാത്യു വർഗീസ് നയിച്ച ആത്മീയ ഗാന ശുശ്രൂഷയും മലയാളം തിരക്കഥാകൃത്ത് ഫ്രാൻസിസ് ടി മാവേലിക്കൽ അവതരിപ്പിച്ച കണ്ടംപററി ലെക്ചറും കുടുംബ സംഗമത്തിന്റെ ഭാഗമായി നടന്നു. ഇടവേള. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത പുറത്തു വരുന്നത് CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ പിണറായി വിജയനും വീണ വിജയനും കുരുക്കായി ശശിധരൻ കർത്തായുടെ മൊഴി. പിണറായിയുമായുള്ള അടുപ്പത്തിന്റെ പേരിലാണ് കരാർ നൽകിയത് എന്നാണ് ശശിധരൻ കർത്ത മൊഴി നൽകിയിരിക്കുന്നത്. വീണ CMRLന് സേവനം നൽകിയിട്ടില്ല. 2024 ഏപ്രിലിൽ വീട്ടിൽ വെച്ച് നടന്ന ചോദ്യം ചെയ്യലിലാണ് കർത്ത ഈ മൊഴി നൽകിയിരിക്കുന്നത്. കണ്ടുകെട്ടൽ നടപടികൾക്ക് മുന്നോടിയായി ED അഡ്ജൂഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് മുൻപാകെ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് എന്നാണ് വിവരം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വീണയുടെ 16.5 ലക്ഷം രൂപ മരവിപ്പിച്ചിട്ടുണ്ട്. വീണയുടെ മറ്റൊരു കമ്പനിയായ ലേക്കർ ഇന്ത്യയുടെ 15.5 ലക്ഷം രൂപയും ഇപ്പോൾ മരവിപ്പിച്ചു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. CMRLന് സേവനം നൽകിയിട്ടില്ല എന്ന് വീണ സമ്മതിച്ചായും ED വ്യക്തമാക്കണം. അതായത് കർത്തയുടെ മൊഴിയെക്കുറിച്ച് അറിയില്ലെന്ന് മുഹമ്മദ് റിയാസ് വ്യക്തമാക്കിയ പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം ആരാഞ്ഞിരുന്നു. നവമി ദിനേശ് വിവരങ്ങൾ വെച്ചായിരുന്നു. നവമി, ഇത് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണമാണ്. അതായത് വീണ വിജയനെ എന്തിന് CMRL അല്ലെങ്കിൽ കർത്തയുടെ കമ്പനി സഹായിക്കണം, അതിന് വ്യക്തമായ കാരണങ്ങൾ ഉണ്ടാകണം. അത് പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് നൽകിയ സഹായമാണ്. അതിന് കൃത്യമായ തരത്തിലുള്ള പ്രതിഫലം CMRLന് കിട്ടിയിട്ടുണ്ട് താനും. ആ ആരോപണങ്ങളെ സാധൂകരിക്കുന്ന തരത്തിൽ, അതായത് പിണറായി വിജയൻ്റെ മകളായതുകൊണ്ടാണ് പണം നൽകിയത് എന്നുള്ള തരത്തിലുള്ള മൊഴിയാണ് ഇപ്പോൾ കർത്ത നൽകിയതെന്നാണ് മനസ്സിലാക്കേണ്ടത്, അല്ലേ? രഞ്ജിത്ത്, ഇത് 2024 ചോദ്യം ചെയ്യലിൽ, അതായത് ശശിധരൻ കർത്തയുടെ ആലുവയിലെ വീട്ടിൽ നടത്തിയ ചോദ്യം ചെയ്യലാണ് ശശിധരൻ കർത്ത അന്ന് ഇങ്ങനെ ഒരു മൊഴി നൽകിയത്. ആ മൊഴി പിന്നീട് ഇപ്പോഴാണ് ED അത് അഡ്ജൂഡിംഗ് കമ്മിറ്റിക്ക് കൈമാറിയത്. ആ കൈമാറിയ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആ റിപ്പോർട്ടിലാണ് പറയുന്നത് വീണ വിജയൻ എക്സാലോജിക്ക് CMRLും തമ്മിൽ യാതൊരുവിധ സാമ്പത്തിക ഇടപാടും നടത്തിയിട്ടില്ല. അതായത് ക്ഷമിക്കണം, ഈ സേവനങ്ങളൊന്നും
നടത്തിയിട്ടില്ല എന്നതാണ് ഇപ്പോൾ ശശിധരൻ കർത്ത നൽകിയിരിക്കുന്ന മൊഴി. ഒപ്പം വീണയ്ക്ക് വീണ CMRLന്റെ സേവനം നടത്തിയിട്ടില്ല എന്നുള്ളൊരു മൊഴിയാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. ഒപ്പം വീണയും ഇത് സമ്മതിച്ചതായാണ് ED പറയുന്നത്. അതായത് CMRL സേവനങ്ങളൊന്നും നൽകിയിട്ടില്ല എന്ന് വീണയും സമ്മതിച്ചു എന്നാണ് ED ഇപ്പോൾ നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നത്. ഒപ്പം ശശിധരൻ കർത്ത മറ്റൊരു കാര്യം കൂടി പറയുന്നു. പിന്നെ എന്തിനാണ് വീണയ്ക്ക് ഇത്രയും രൂപയുടെ സാമ്പത്തിക ഇടപാട് നിങ്ങളുടെ 2 കമ്പനികളും തമ്മിൽ നടത്തിയതെന്ന ചോദ്യത്തിന് ശശിധരൻ കർത്ത നൽകിയ മറുപടി, പിണറായി വിജയൻ, അന്ന് മുഖ്യമന്ത്രിയായിരുന്നു പിണറായി വിജയനുമായുള്ള അടുപ്പത്തിന്റെ പേരിലാണ് മകൾക്ക് ഇത്തരത്തിലൊരു മകളുമായി ഇത്രയും വലിയ സാമ്പത്തിക ഇടപാട് നടത്തിയതെന്നൊരു മൊഴി കൂടിയാണ് ശശിധരൻ കർത്ത EDക്ക് മുൻപാകെ കൊടുത്തിരിക്കുന്നത്. എന്തായാലും ഇതിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും കണ്ടുകെട്ടൽ നടപടിക്ക് മുന്നോടിയായി ED അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് മുൻപാകെ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഒപ്പം വീണയുടെ 16.5 ലക്ഷം രൂപയാണ് മരവിപ്പിച്ചതെന്ന് നേരത്തെ തന്നെ വിവരങ്ങൾ ലഭിച്ചിരുന്നു. അത് സ്വന്തം പേരിലും കമ്പനിയുടെ പേരിലും നിക്ഷേപിച്ച പണത്തെ കൂടാതെ വീണയുടെ മറ്റൊരു കമ്പനിയായ ലേക്കർ ഇന്ത്യയുടെ 15.5 ലക്ഷം രൂപയും മരവിപ്പിച്ചു. ഒപ്പം വീണയുടെ ലോക്കറിൽ ഉണ്ടായിരുന്ന പണത്തിനോടൊപ്പം തന്നെ വീണയുടെ അക്കൗണ്ടിൽ ഉണ്ടാകുന്നത് ഇത് രണ്ടും കൂടി ചേർത്താണ് 1.37 ലക്ഷം രൂപ. അങ്ങനെയാണ് മൊത്തം 16.5 ലക്ഷം രൂപ മരവിപ്പിച്ചത്. അതായത് വീണയുടെ മറ്റൊരു കമ്പനിയായ ലേക്കർ ഇന്ത്യയുടെ 15.5 ലക്ഷവും വീണയുടെ ലോക്കറിലും അക്കൗണ്ടിലും ഉണ്ടായിരുന്ന 1.37 ലക്ഷം, അങ്ങനെ വീണയുടെ 16.5 ലക്ഷം രൂപയാണ് മരവിപ്പിച്ചിരിക്കുന്നത്. ഒപ്പം എക്സാലോജിക്കിന്റെ അക്കൗണ്ടിലുള്ള 27,585 കോടിയും മരവിപ്പിച്ചു. ശശിധരൻ കർത്തയുടെയും കുടുംബാംഗങ്ങളുടേതായിട്ടുള്ള 26 കോടി മരവിപ്പിച്ചു. അതോടൊപ്പം തന്നെ 12 പ്രതികളുടെ 29 കോടിയും മരവിപ്പിച്ചിരിക്കുകയാണ്. ഈ റിപ്പോർട്ടാണ് ഇപ്പോൾ കമ്മിറ്റിക്ക് കൈമാറിയിരിക്കുന്നത്. എന്തായാലും ഇനി അഡ്ജുഡിക്കേറ്റിംഗ് കമ്മിറ്റി ഇതിന്റെ വിശദീകരണം, ഈ പ്രതികളോട് ഇതിന്റെ നോട്ടീസ് അയച്ചതിന്റെ വിശദീകരണം തേടും. ആ വിശദീകരണത്തിനൊടുവിലായിരിക്കും അടുത്ത നടപടികളിലേക്ക് കടക്കുക. എന്തായാലും തുടക്കം മുതൽ തന്നെയുള്ള ആശങ്ക, അല്ലെങ്കിൽ തുടക്കം മുതൽ തന്നെ അറിയേണ്ടിയിരുന്നത്, അല്ലെങ്കിൽ തുടക്കം മുതൽ എന്തിനാണ് CMRലും എക്സാലോജിക്കും തമ്മിൽ ഇത്രയും വലിയ സാമ്പത്തിക ഇടപാട് നടത്തിയത്, വീണയുടെ കമ്പനിയുമായി എന്ത് തരത്തിലുള്ള സേവനമാണ് വീണയുടെ കമ്പനി നൽകിയെന്ന തരത്തിലുള്ള വലിയ അഭ്യൂഹങ്ങൾ നിലനിന്നിരുന്നു. എന്തായാലും ഈ ശശിധരൻ കർത്ത 2024 നൽകിയ മൊഴിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആ മൊഴിയിൽ പറയുന്നത് പിണറായി വിജയനുമായിട്ടുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് വീണ വിജയന്റെ കമ്പനിയുമായിട്ട് സാമ്പത്തിക ഇടപാട് നടത്തിയത്, അതിനപ്പുറത്തേക്ക് ഒരു സേവനവും നൽകിയിട്ടില്ല എന്ന് പറയുന്നു. വീണ ടീയും ആ മൊഴി തന്നെയാണ് EDക്ക് മുന്നിൽ ആവർത്തിച്ചത്. ശശിധരൻ കർത്തയുടെ കമ്പനിയുമായി യാതൊരു വിധത്തിലുള്ള സേവനവും നടത്തിയിട്ടില്ല, അല്ലാതെ കൈപ്പറ്റിയ പണമാണെന്ന് അറിയിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ED മരവിപ്പിക്കൽ അടക്കമുള്ള നടപടികളിലേക്കും കടന്നിരിക്കുന്നത്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഇതിനിടയിൽ ED ഇപ്പോൾ ഈ പറഞ്ഞ കണക്കുണ്ട്, നവമി, മരവിപ്പിച്ച സ്വത്തിൻ്റെ ഒരു കണക്കുണ്ട്. ഇത് കൂടാതെ നമ്മൾ നേരത്തെ അറിഞ്ഞിരുന്ന വിവരം വെച്ചിട്ട് പിണറായിയിലെ അടക്കം വസ്തുക്കൾ, വീണയുടെ വസ്തുക്കളുമായി ബന്ധപ്പെട്ടൊരു പരിശോധന, വില്ലേജ് ഓഫീസറെ കൂട്ടിയൊരു പരിശോധന EDയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഇപ്പോൾ പ്രാഥമികമായി ഈ മരവിപ്പിക്കൽ നടത്തിയിട്ടുണ്ട് എങ്കിലും കൂടുതൽ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നതിലേക്ക് ED കടക്കുമെന്നും അതുവഴി ഒരുപക്ഷെ വീണയുടെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നും കരുതണം. എന്തായാലും ED ഈ അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് അവസാനിച്ചിട്ടില്ല. നേരത്തെ 2 തവണ വീണയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു. വീണയിൽ നിന്നും ആവശ്യമായിട്ടുള്ള രേഖകൾ ഇപ്പോഴും EDക്ക് ലഭിച്ചിട്ടില്ല. ഈ നടത്തിയ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ, ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, ഇതെല്ലാം തന്നെ ED പല ആവർത്തി വീണയോട് ചോദിച്ചെങ്കിൽ പോലും വീണ കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം നൽകുവാനോ രേഖകൾ ഹാജരാക്കുവാനോ തയ്യാറായില്ല. അത് തന്നെയാണ് ED ഉദ്യോഗസ്ഥർ കടുത്ത നടപടികളിലേക്ക് പോകാനും തയ്യാറായത്. എന്തായാലും ഈ വീണയുടെ ഈ അക്കൗണ്ടുകളിലെ മരവിപ്പിച്ച തുക കൂടാതെ കൂടുതൽ അക്കൗണ്ടുകളിലേക്കും, അല്ലെങ്കിൽ പിണറായി വിജയന്റെ അടക്കമുള്ള സാമ്പത്തിക അക്കൗണ്ടുകളിലേക്കും, അല്ലെങ്കിൽ വീണയുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ഇടപാട് നടത്തിയവരിലേക്കും ഒക്കെ അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുമുണ്ട്. എന്തായാലും വീണ വിജയനും പിണറായി വിജയനും കുരുക്കാകുന്ന തരത്തിലുള്ള ഒരു മൊഴി തന്നെയാണ് ശശിധരൻ കർത്ത 2024 നൽകിയത്. അതിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ഈ കഴിഞ്ഞ ചോദ്യം ചെയ്യലുകൾ ശശിധരൻ കർത്തയുടെ കുടുംബാംഗങ്ങൾ, ഒപ്പം ഈ CMRL എക്സാലോജിക് കമ്പനികളുടെ മറ്റ് ഉദ്യോഗസ്ഥർ, അതുമായിട്ടുള്ള ജീവനക്കാർ, ഇവരുടെയൊക്കെ ചോദ്യം ചെയ്യൽ കഴിഞ്ഞ ദിവസങ്ങളിലുമൊക്കെ നടന്നിരുന്നു. അവരൊക്കെ എന്ത് മൊഴിയാണ്
മൊഴിയാണ് നൽകിയിരിക്കുന്നത്. അതും ഏറെ നിർണായകമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട്. എന്തായാലും വീണ വിജയന്റെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം. നിലവിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ ഒരു മൊഴി അത് വിശദാംശമായി പരിശോധിക്കുമ്പോൾ ശശിധരൻ കർത്ത നൽകിയിരിക്കുന്ന മൊഴി അത് പിണറായി വിജയനും വീണ വിജയനും തിരിച്ചടിയായിരിക്കുകയാണ്. വീണ വിജയന്റെ കുരുക്ക് മുറുകുന്ന തരത്തിലുള്ളൊരു മറുപടി തന്നെയാണ്, അല്ലെങ്കിൽ ഒരു മൊഴി തന്നെയാണ് ശശിധരൻ കർത്ത നൽകിയിരിക്കുന്നത്. ഒപ്പം വീണ വിജയന്റെ ഭർത്താവും MLA-യും കൂടിയായിട്ടുള്ള മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം ലഭ്യമായിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ശശിധരൻ കർത്തയുടെ അങ്ങനെ ഒരു മൊഴിയെക്കുറിച്ച് അറിയില്ല, അന്വേഷണവുമായി സഹകരിക്കും, കൂടുതൽ വിശദാംശങ്ങൾ പിന്നീട് സംസാരിക്കാമെന്നാണ് അദ്ദേഹവും മറുപടി നൽകിയിരിക്കുന്നത്. അതാണ് സാഹചര്യം. ഏതായാലും പുതിയ കണ്ടെത്തലുകൾ ED-യുടെ ഭാഗത്ത് നിന്ന് നമുക്ക് അവർ കണ്ടെത്തിയ കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ്. പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് അതായത് സേവനം വീണ CMRL സേവനം നൽകിയിട്ടില്ല എന്ന് വളരെ കൃത്യമായി തന്നെ ശശിധരൻ കർത്ത മൊഴി നൽകുന്നു. സാമ്പത്തിക ഇടപാട് കേസിൽ ഇപ്പോൾ പിണറായി വിജയനും വീണ വിജയനും കുരുക്ക് മുറുകുകയാണ്. പിണറായിയുമായുള്ള അടുപ്പത്തിൻ്റെ പേരിലാണ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, പിണറായിയുമായുള്ള അടുപ്പത്തിൻ്റെ പേരിലാണ് കരാർ നൽകിയത് എന്നാണ് ഇപ്പോൾ ശശിധരൻ കർത്ത മൊഴി നൽകിയിരിക്കുന്നത്. നമുക്കറിയാം നവമി, ഇതുവരെ പിണറായി വിജയനെ ഈ വിഷയത്തിൽ ED ചോദ്യം ചെയ്തിട്ടില്ല. പിണറായിയുടെ വീട്ടിൽ വെച്ച് വീണ വിജയനെ ചോദ്യം ചെയ്തിരുന്നു, വീണയുടെ മൊഴിയടക്കം രേഖപ്പെടുത്തിയിരുന്നു. ഒരുപക്ഷെ ഈ കർത്തായുടെ ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ, ഈ പുതിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അത് വളരെ കൃത്യമായി തന്നെ പിണറായി വിജയനിലേക്കും അന്വേഷണം എത്തും എന്നുള്ള ഈ ഹർജിക്കാരൻ കൂടിയായ ഷോൺ ജോർജിന്റെ പരാമർശമുണ്ട് പലപ്പോഴും. ഇതിൽ ഈ മൊഴി വെച്ച് ഇനി പിണറായി വിജയനിലേക്കും ചോദ്യം ചെയ്യൽ എത്തും എന്ന് കരുതണോ? രഞ്ജിത്ത്, ആ സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ശശിധരൻ കർത്ത നൽകിയിരിക്കുന്ന മൊഴി, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് പിണറായി വിജയൻ ഇത്തരത്തിലൊരു ആവശ്യം ശശിധരൻ കർത്തയോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഒരു അടിസ്ഥാനത്തിൽ മറ്റെന്തെങ്കിലും സാമ്പത്തിക ഇടപാടുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വിട്ടുവീഴ്ചകൾ ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സേവനം നൽകിയിട്ടില്ല എന്ന് പറയുമ്പോൾ പോലും മറ്റേന്തെങ്കിലും മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണോ ഇങ്ങനെ ഒരു ആവശ്യം അംഗീകരിച്ചത്, ശശിധരൻ കർത്ത അംഗീകരിച്ചത്? ഇതുമായി ബന്ധപ്പെട്ട് ശശിധരൻ കർത്തയ്ക്ക് എന്ത് ഗുണമാണ് ലഭിച്ചത്, അക്കാര്യങ്ങളിലൊക്കെ ED അന്വേഷണം നടത്തേണ്ടതുണ്ട്. അതിനുവേണ്ടി ചിലപ്പോൾ പിണറായി വിജയനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കും, നമുക്കറിയില്ല. എന്തായാലും ED ഉദ്യോഗസ്ഥർ അതിന്റെ എല്ലാ വശങ്ങളും പരിശോധിച്ചിട്ട് തന്നെയാണ് അടുത്ത ഘട്ട ചോദ്യം ചെയ്യലുകളിലേക്കും മൊഴിയെടുക്കലിലേക്കും ഒക്കെ കടന്നിരിക്കുന്നത്. നിലവിൽ ശശിധരൻ കർത്ത നൽകിയ മൊഴി അനുസരിച്ച് പിണറായി വിജയനുമായിട്ടുള്ള അടുപ്പത്തിന്റെ പേരിലാണ് വീണ വിജയന് ഈ ഇത്രയും തുക കൈമാറിയതെന്നാണ്. താൻ സേവനമൊന്നും നൽകിയിട്ടില്ല എന്ന് വീണയും സമ്മതിക്കുന്നതോടുകൂടി കൂടുതൽ കാര്യങ്ങൾ മറ്റൊരു തലത്തിലേക്ക് പോവുകയാണ്. ഇനി അറിയേണ്ടത് വീണ വിജയനെയും പിണറായി വിജയനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കുമോ എന്നതാണ്. കാരണം പിണറായി വിജയനാണ് ശശിധരൻ കർത്തയ്ക്ക് മകൾ വീണ വിജയന്റെ കമ്പനിക്ക് ഇത്തരത്തിലുള്ള സഹായം നൽകണമെന്ന് ആവശ്യപ്പെട്ടത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു സൗഹൃദത്തിന്റെ പേരിലാണ്. അങ്ങനെ സൗഹൃദത്തിന്റെ പേരിൽ അങ്ങനെ ഒരു സഹായം ശശിധരൻ കർത്ത നൽകണമെങ്കിൽ അതിന് ശശിധരൻ കർത്തയ്ക്ക് മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഗുണം ലഭിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ പിണറായി വിജയന് എന്തിനായിരിക്കും അങ്ങനെ മകളെ അങ്ങനെ സഹായിക്കണമെന്ന് പറഞ്ഞത്? അങ്ങനെ പല ചോദ്യങ്ങളും ബാക്കിയാകുന്നുണ്ട്. അതെന്തായാലും ED-യുടെ അന്വേഷണ പരിധിയിലാണ്. ED അതിന്റെ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ വന്നിരിക്കുന്ന മൊഴി 2024, അതായത് ആദ്യഘട്ടത്തിൽ ED ഈ കേസ് രജിസ്റ്റർ ചെയ്ത് അന്ന് നടത്തിയ അന്വേഷണത്തിൽ ശശിധരൻ കർത്തയുടെ വീട്ടിൽ റെയ്ഡ് നടത്തിയിരുന്നു. അന്ന് ശശിധരൻ കർത്തയുടെ വീട്ടിൽ വെച്ച മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ആ ചോദ്യം ചെയ്യൽ നടത്തിയ മൊഴിയുടെ വിശദാംശങ്ങളാണ് പുറത്തു വന്നത്. ആ വിശദാംശങ്ങളിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. ശരി നവമിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മുഹമ്മദ് റിയാസ് മുൻ മന്ത്രിയാണ്, വീണ വിജയന്റെ ഭർത്താവാണ്. മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം ഈ വിഷയത്തിൽ വന്നിരുന്നു. വാക്കുകളിലേക്ക്. അറിയാത്ത കാര്യങ്ങൾ പറയാൻ പറ്റില്ല. നേരത്തെ പറഞ്ഞല്ലോ, ആ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ. കേസുമായി സഹകരിച്ചാണ് പോകുന്നത്. മറ്റു കാര്യങ്ങൾ ഇപ്പോൾ ഒരു വാർത്തയുടെ ഭാഗമായി നമുക്ക് പറയാൻ പറ്റില്ല. കേരളത്തിൽ പോലീസിന് മറ്റൊരു വാർത്തയിലേക്ക്. തൃശ്ശൂരിൽ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് കൈവിലങ്ങുമായി പ്രതി രക്ഷപ്പെട്ട സംഭവത്തിൽ നടപടി. 4 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു. വടക്കേക്കാട് പോലീസ് സ്റ്റേഷനിലെ CPOമാരായ ബൈജു, സിനീഷ്, പ്രവീൺ, അഖിൽ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് പുന്നയൂർക്കുളം ചമ്മണ്ണൂർ സ്വദേശിയായ മുഹമ്മദ് ഷിഫാൻ പോലീസിനെ വെട്ടിച്ചു കടന്നു കളഞ്ഞത്. മെഡിക്കൽ പരിശോധനയ്ക്കായി വടക്കേക്കാട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് എത്തിച്ചപ്പോഴായിരുന്നു സംഭവം. ഇരു കൈകളിലും ബന്ധിച്ചിരുന്ന വിലങ്ങ് ഒരു കൈയിലേക്ക് മാറ്റുന്നതിനിടെയാണ് ഇയാൾ പോലീസുകാരെ തള്ളി മാറ്റി ഓടി രക്ഷപ്പെട്ടത്. 2 ആഴ്ച മുൻപ് പുന്നയൂർക്കുളത്തെ ബാറിന് മുന്നിൽ വെച്ച് മുരിയന്തടം സ്വദേശി വിഷ്ണു യാദവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിയാണ് ഷിഫാൻ.
ചെന്നൈ എഗ്മൂറിൽ നിന്ന് ഗുരുവായൂരിലേക്കുള്ള ഗുരുവായൂർ എക്സ്പ്രസ് വൈകുകയാണ്. രാവിലെ 7:40 ഗുരുവായൂരിൽ എത്തേണ്ടതാണ്. അതിപ്പോൾ എറണാകുളത്ത് എത്തിയിട്ടേ ഉള്ളൂ. യാത്രക്കാർ വലയുന്നു. കുടിക്കാൻ വെള്ളം പോലുമില്ല എന്നാണ് പരാതി. ഉച്ചയ്ക്ക് 12 മണിയായാലും ഗുരുവായൂരിലെത്താൻ തൽക്കാലം സാധ്യതയില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. മണിക്കൂറുകളാണ് ഈ ട്രെയിൻ വൈകിയത് എന്നാണ് ലഭിക്കുന്ന വിവരം. നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയിൽ CJP സമരം അവസാനിപ്പിക്കാനുള്ള ഒത്തുതീർപ്പ് ചർച്ച ഇന്ന് നടക്കും. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിക്കാര്യത്തിൽ ഇന്ന് നിലപാട് അറിയിക്കാമെന്നാണ് കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ കേന്ദ്ര സർക്കാർ പ്രതിനിധികൾ വ്യക്തമാക്കിയത്. കഴിഞ്ഞ ദിവസത്തെ ഒടുവിലത്തെ നടപടിയെന്നോണം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിലെ 47 ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടിരുന്നു. VV വിനോദ് വിവരങ്ങളുമായി. നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം രാത്രി പുറത്തുവിട്ട വീഡിയോയിൽ യുവാക്കൾക്ക് നന്ദി പറഞ്ഞ വാർത്തകൾ അത് കേൾക്കാം. फ्रेंड्स, कल देर रात आपसे मिलने का मौका मिल गया. मेरे जो वीडियो पोस्ट किया था उसको जिस प्रकार से आपने रिस्पॉन्ड किया, सकारात्मक सुझाव दिए, थैंक्स टू एवरीबॉडी. ये आपका प्यार बना रहेगा, हमारा नाता और अधिक सक्रियता से जुड़ता रहेगा. थैंक यू दोस्तों. അപ്പോൾ ഇനിയും ഇത്തരം വീഡിയോകൾ, ഇൻസ്റ്റാഗ്രാം വീഡിയോകൾ വരുമെന്നാണ് പ്രധാനമന്ത്രി പറയുന്നത്. ഏതായാലും ചർച്ച നടക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഡൽഹിയിൽ വീണ്ടും സമരത്തിന്റെ ഗതി എന്താകുമെന്നുള്ളത് കാത്തിരുന്ന് കാണാം. 9 മണി വാർത്ത പൂർണ്ണമാവുകയാണ്. ഇനി ന്യൂസ് ട്രെൻഡ്സുമായി KP അഭിലാഷ് ചേരും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.